കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വലുപ്പമായ ശബ്ദത്തിന്റെ ഒരു പ്രയാസം കൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു അവസരം കൂടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം ദൈവത്തിലെ ദാനമാകുമ്പോൾ നമുക്ക് മത്തായി സുവിശേഷത്തിലെ ചില ചിന്തകളെ ഒന്ന് ധ്യാനിക്കണം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 12-ാം അധ്യായം, 19-ാം അധ്യായം, പിന്നെ 25-ാമത്തെ അധ്യായം, ഈ അധ്യായങ്ങളിലെ ചില ചിന്തകളെയാണ് ഞാൻ എളിയവന് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കാനായിട്ട് കർത്താവിന് ശരണപ്പെടുന്നു. വിശ്വാസ സമൂഹമായ നമ്മുടെ വിശ്വാസം ആശയങ്ങളില് ഉപദേശങ്ങളില് മാത്രം ഒതുങ്ങി കിടക്കുന്ന ഒന്നല്ല. അതാണ് ക്രിസ്ത്യാനിത്വവും മറ്റുള്ള ഇതര മതങ്ങളുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇതര മതങ്ങളൊക്കെ ഒരു പരിധിവരെ ആശയസമ്പുഷ്ടങ്ങളാണ്. ആ ആശയസമ്പുഷ്ടങ്ങളായ ആശയങ്ങളിലാണ്, അല്ലെങ്കിൽ തത്വങ്ങളിലാണ്, തത്വസംഹിതകളിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം ക്രിസ്ത്യാനിത്വം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. നമുക്ക് വേണ്ടി കടാധാരമെടുത്ത് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ചരിത്രപുരുഷനായ, ചരിത്രത്തിൽ ഇടപെട്ട, ഇന്നും നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുന്ന കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ വേദസമങ്ങൾ ലഭിക്കുന്നു. നമ്മള് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് വേണ്ടി പരിഹാരമായി കർത്താവായ യേശു കടാവതാരം ചെയ്തു വിശ്വസിക്കുന്നു. മനുഷ്യനാൽ പാപത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപികളായിട്ട് മാറി. റോമർ 5:12. അങ്ങനെ എല്ലാവരും പാപികളായപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിന്റെ മുമ്പില് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ചിന്തിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ അവൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന്റെ അധീനമായ ശരീരത്തിൽ നിന്ന് ആരെ വിടുവിക്കും? ഉത്തരം വന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം, തന്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ലോകങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. യേശു കർത്താവിന്റെ കടാവതാരമാണ്. സർവത്തെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടി കൊച്ചു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. പക്ഷെ കൊച്ചു മനുഷ്യനായി, കൊച്ചു കുഞ്ഞായി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവരുടെ തോളിൽ ഇരിക്കുന്നു. പ്രവചനം നിവർത്തി എന്നവണ്ണം കന്യകയിലെ കർത്താവ് നമുക്ക് വേണ്ടി അവതരിച്ചു. മണിയമ്പലത്തില് സ്ഥലമില്ലായിക്കാൻ കർത്താവിനെ വശത്തൊട്ടിൽ കിടത്തി. അവന് ഇടം കിട്ടിയില്ല. ഭൂമിയിലേക്ക് വന്ന ലോകരക്ഷകന് ഇടം കിട്ടിയില്ല. ഇടം കിട്ടാതെ വന്നതുകൊണ്ട് കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാന് മനുഷ്യൻ നിർമ്മിതമായ ഒരു കല്ലും മണ്ണും ഉണ്ടാക്കി ഒരിടത്ത് വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എവിടെ വസിക്കും? ഇനി ഞാൻ എന്റെ കൈകൊണ്ട് നനഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മന്ദിരം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. എന്റെ ആദ്യം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അപ്പൊ ഇടം കിട്ടാതെ പോയ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയത്തില് എനിക്കിടം തന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു ഇടം തരാം. എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഇടമൊരുക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ട് തന്റെ ദൗത്യം തികച്ച കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ഉയർത്തി വസിക്കുക. ഈ കർത്താവ് തന്റെ തിരുവായി ഒഴിഞ്ഞ് പറഞ്ഞ ചില
ഭാവങ്ങളെ നമുക്ക് ധ്യാനിക്കാം. മരണത്തിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കും. 1:15 പറയുന്നു, ആദാമിൽ എല്ലാവരും മരിക്കും, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്റെ നിരീനം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ മരവിക്കൽ, പിന്നെ അവസാനം അന്ന് അവരെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. വളരെ അടിസ്ഥാനപരമായ തരം. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നു ഒന്ന്, മനുഷ്യന്റെ വീഴ്ച പാപം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഉണ്ട്. ആ വീഴ്ചയുടെ പരിഹാരം ആരായിരുന്നു? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഏക മനുഷ്യനാൽ പാപം വന്നെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി കാലസമ്പൂർണതയിൽ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. അവിടെ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഇടമൊരുക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പാപന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാന്റെ പുണ്യാഭ രക്തം, ആ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. ഇനി നമുക്ക് പ്രത്യാശിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരും. കർത്താവ് താൻ നാമത്തോടും പ്രധാന ദൈവത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി ദൈവനോട് ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. അപ്പൊ നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നു, മേഘപ്രത്യക്ഷതയില് വിശ്വസിക്കുന്നവർ ദൈവത്തിനും സ്തോത്രം ചെയ്താലും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയെ വിശ്വസിക്കാൻ ആ പ്രത്യക്ഷത കഴിഞ്ഞിട്ട് അവിടെ പല കാര്യങ്ങൾ ഇനിയുമുള്ളതെല്ലാം പ്രത്യേക ശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ന്യായ സിംഹാസനങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, പ്രതിഫല വിഭജനങ്ങളുണ്ട്. അത് തന്നെ ഇച്ചിരി പേടിപ്പിച്ച ഒരു കാര്യം ഇനി കുംഭകർമ്മ ലേഖനത്തിൽ പറയുന്നുണ്ട്. നക്ഷത്രവും തമ്മില് തേജസ് കൊണ്ടുണ്ട് വ്യത്യാസം. അപ്പോൾ തന്നെ സയന്റിഫിക് ആയിട്ടൊരു കാര്യമുണ്ട്. ഇരുണ്ടുപോയ നക്ഷത്രങ്ങളുണ്ട്. കാരണം ഇന്ന് പ്രപഞ്ചത്തിൽ ചില നക്ഷത്രങ്ങളുണ്ട്, അത് കത്തി എന്ത് ചെയ്തു പോയി, ഇരുണ്ടുപോയി. പ്രകാശം ഇല്ലാത്ത നക്ഷത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഈ നിത്യതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ദർശനങ്ങളൊക്കെ കാണുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ പലവട്ടം ഉണ്ടായിട്ടുള്ള എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്ന ഒരു സുഹൃത്ത് ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് വചനവുമായിട്ട് കോറിലേറ്റഡ് ആണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ നിത്യത ഉയർപ്പിനെ കണ്ടപ്പോൾ കുറെ പേരെ കണ്ട 1-2 പേരുടെ പേരെന്നോട് പറഞ്ഞു. പുറപ്പെടുകയും പറഞ്ഞപ്പോ തന്നെ അവർ ഉയർക്കപ്പെട്ടു. പക്ഷെ കരിക്കട്ട പോലെ കറുത്ത് കടച്ച് ഒരു മാരി അവിടെ ഇരിപ്പുണ്ട്. ഉയർക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഉയർക്കപ്പെട്ടു, പക്ഷെ വളരെ കഷ്ടത്തിലാണ് അധികം നല്ല ഉയർപ്പുണ്ട്. ചില നിത്യലജ്ജയ്ക്കായിട്ട് ഉയർക്കപ്പെടും, ചിലരെ നിത്യ സന്തോഷത്തിനായിട്ട് എന്ത് ചെയ്യും, ഉയർക്കപ്പെടും. പ്രതിഫല വിഭജനത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അന്ത്യവിധി വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പ്രതിഫല വിഭജനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതല്ലോ കർത്താവ് കർത്താവിന്റെ വരവിന് ശേഷം മധ്യാകാശത്ത് നമ്മൾ എടുക്കപ്പെടുന്നു, സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നു. 1000 ആണ്ടത്തെ വാഴ്ച കഴിഞ്ഞിട്ട് അന്ത്യവിധി മരിച്ചവർ ആമാലകൾക്കും എന്ത് ചെയ്യപ്പെടുന്നു, ഉയർക്കപ്പെടുന്നു. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ദോഷം ചെയ്യപ്പെടുന്നവർ, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന വൈകിയത്ര. ഇത് രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരം. അപ്പം നമുക്ക് ഈ സിംഹാസനങ്ങള്, പ്രതിഫലങ്ങള്, വിധികള് എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് കർത്താവ് ഈ അന്ത്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ തിരുവായി വഴി പറഞ്ഞ് ചില വിധികളെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കും. ആ വിധികള് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ വേണം ഇന്ന് കാണാം. അവരെ ഒരു ദൈവശാസ്ത്രപരമായ നൂലാമാലകളെ കൂടെ കീറി മുറിച്ച് കാണാനല്ല. ഒരുപക്ഷെ കർത്താവിന്റെ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കണം ഇഷ്ടം. അതിനൊരു ക്രൈസ്തവ ധാർമ്മികതയുടെ വെളിച്ചത്തില് നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം എന്നെ വല്ലാതെ പേടിപ്പിച്ച കുറെ കാര്യങ്ങളാണ്
40-ാമത്തെ വാക്യം 12-40. യോന കടലാനയുടെ വയറ്റില് 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളില് ഇരിക്കും. ഇനി 41-ാമത്തെ വാക്യം എല്ലാവരും ഉറക്കെ പറയണേ. നിനവേക്കാൾ ന്യായവതി ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മനസ്സാകും. ആ വാക്യം 41 എല്ലാവരും ഒരിക്കൽ ഒന്നുകൂടെ പറഞ്ഞ്. എന്നാൽ നിനവേക്കാൾ ന്യായവതി ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കർത്താവ് പറഞ്ഞ ചില വിധികൾ. ഞാൻ ഈ അന്ത്യവിധികളുടെ ആ ഫേസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഈ വിധികളെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുകയാണ്. കർത്താവ് പറഞ്ഞതാണ്. 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിനകത്ത് ഈ സുവിശേഷങ്ങളാണ് കർത്താവിന്റെ വാക്കുകൾ. കർത്താവ് യേശുവിനെ അറിയാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഏത് ഭാഗങ്ങളാണ്? സുവിശേഷങ്ങളാണ്. അപ്പൊ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. ഒന്നാമത്തെ കാര്യം, ഇതൊരു വിധി, അന്ത്യവിധി. ആ വിധി വിശ്വസിക്കുന്നവരെല്ലാം ഒന്നുകൂടെ കൈ ഉയർത്തി. അന്ത്യവിധിയുണ്ട്. മരിച്ചവിടെ ഉയർപ്പ് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്നുള്ള കരം ഉയർത്തിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും കാര്യമില്ല. ഉയർപ്പ് വിശ്വസിക്കാൻ, ഉയർപ്പിന് കീഴ്പ്പെടാൻ വിശ്വസിക്കാനുള്ള നമ്മുടെ ഏക ആധാരം ആരുടെ ഉയർപ്പാണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകും? ഉയർപ്പ് ഉണ്ട്. അപ്പൊ ആ ഉയർപ്പിന്റെ ഫലങ്ങളിൽ കർത്താവ് പറയുന്നു, അന്ത്യവിധിയില് ആരെഴുന്നേറ്റ് വിധിക്കും? നിനവേക്കാരെഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ഉറക്കെ പറഞ്ഞ് ആര് വരും? നിനവേക്കാർ. നിനവേക്കാര് വിധിക്കാൻ വരുന്നു. ഓക്കെ, സിമ്പിളാന്നല്ല. നിനവേക്കാർ. അപ്പൊ ന്യായവിധിയുടെ ഒരു റോളില് അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ജഡ്ജിയായിട്ട് വരുന്ന കുറെ പേരുടെ പേരോടെ പറഞ്ഞിരിക്കുന്നു. ആര് വരുമെന്ന്? ആര് വരും? നിനവേക്കാർ വരും. ഉറക്കെ പറഞ്ഞ് ആര് വരും? നിനവേക്കാർ. നിനവേക്കാരെ വിധിക്കാൻ വന്നാൽ എന്റെ ചോദ്യം, നിനവേക്കാർക്ക് വിധിക്കാനുള്ള റൈറ്റ് എന്താ? വാട്ട് ഈസ് ദ റൈറ്റ് ടു ജഡ്ജ് അസ്? നമ്മളെ വിധിക്കാനുള്ള അവരുടെ റൈറ്റ് എന്താ? അവരുടെ റൈറ്റ് എന്താണ്? അവര് എത്ര പ്രസംഗം കേട്ടു? എത്ര പ്രസംഗം കേട്ടു? ഒറ്റ പ്രസംഗം. ഒറ്റ പ്രസംഗം കേട്ടപ്പോ എത്ര ദിവസം ഉപവസിച്ചു? 3 ദിവസം ഉപവസിച്ചു. ആപാലവൃത്തം ഉപവസിച്ചു. മാത്രമല്ല, ആരെ കൂടെ പട്ടിണി കിട്ടും? മൃഗങ്ങളെ പട്ടിണി കിട്ടും. എന്തിനാ മൃഗങ്ങളെ പട്ടിണി കിട്ടെ? കാരണമുണ്ട്. അവരിൽ രക്ഷപ്പെട്ടാലും ഈ ന്യായവിധി മൃഗങ്ങൾ നശിച്ചു പോയാൽ കുറെ കഴിയുമ്പോൾ നിലവേക്കാർ പട്ടിണി കിടന്നു. കാരണം അവർക്ക് പശു കൊണ്ടല്ലേ പാലുള്ളൂ, പശു കൊണ്ടല്ലേ ഇറച്ചിയുള്ളൂ. ഇതെല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. കോഴി കൊണ്ടല്ലേ മുട്ട കിട്ടത്തും. അപ്പൊ എല്ലാം അവർക്ക് വേണം. അപ്പൊ ഇതെല്ലാം ചത്തുപോയിട്ട് പിന്നെ അവർ ജീവിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അവരുടെ രക്ഷ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ രക്ഷയൂടെ. അപ്പൊ അതുകൊണ്ട് അവര് മൃഗങ്ങളെ കൂടെ പട്ടിണിക്കിട്ട് എന്ത് ചെയ്തു? ഉപസിപ്പിച്ചു. അങ്ങനെ ഒറ്റ പ്രസംഗത്തില് ഇവര് മുഴുവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടല്ലോ, മാനസാന്തരപ്പെട്ടു. അങ്ങനെ ഒറ്റ പ്രസംഗത്തിൽ അനുദപിച്ച് കരഞ്ഞ് രട്ടൊടുത്ത് മാനസാന്തരപ്പെട്ട് വീണ് കിടന്ന് നിലവിളിച്ച് ദൈവത്തിന്റെ ന്യായവിധിയെ തിരിച്ചു വിളിച്ച, നീതിയിലേക്ക് വിളിച്ച നിനവേക്കാർ. ആ നിനവേക്കാര് നമ്മളെ വിധിക്കാൻ വന്നാൽ അവര് നമ്മളെ വിധിക്കാനുള്ള റൈറ്റ് എന്താണ്? ഒറ്റ റൈറ്റേ ഉള്ളൂ. ഒരു പ്രസംഗം കേട്ടു, പ്രസംഗത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അത് ഏറ്റെടുത്തു, കരഞ്ഞു മാനസാന്തരപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അവർ വിധിക്കുകയാണെങ്കിൽ, അവരാണ് വിധിക്കാൻ വരുന്നെങ്കിൽ 100% എനിക്ക് ഉറപ്പാണ് ഒരിക്കലും ബഷീറിനെയും രാമൻകുട്ടിയും അവർ വിധിക്കാൻ ഇരിക്കത്തില്ല. കാരണം അവരെന്ത് കേട്ടിട്ടില്ല? കാര്യമായിട്ട് പ്രസംഗം കേട്ടിട്ടില്ല. അപ്പൊ അവർ വിധിക്കുകയാണെങ്കിൽ ആരെയായിരിക്കും വിധിക്കാൻ വരുന്നേ? അല്ലെങ്കിൽ ആരെയായിരിക്കും വിധിക്കാൻ വരുന്നേ? ഹലോ, ഉറക്കെ പറ. എന്റെ തൊണ്ട വയ്യ, നിങ്ങൾ എന്തുകൂടെ സ്വീകരിക്കണേ. ആരെയായിരിക്കും വിധിക്കാൻ വരുന്നേ? ബന്ധപ്രസ്തുകാരെ, വിശ്വാസ സമൂഹത്തെ പ്രസംഗം കേട്ടിട്ടുള്ളവരെയായിരിക്കും. നമ്മുടെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞത്, നമുക്ക് ഈ ഇസ്രായേൽ മക്കളുടെ മൂക്കിൽ കൂടെ ഇറച്ചി ചെയ്തിട്ട് ഇങ്ങനെ അത് ഓക്കാനിച്ചു എന്നൊക്കെ പറയുന്നതല്ലേ. ഒരുമാനപ്പെട്ട പ്രഭാഷകളെയെല്ലാം എന്തറിയാം?
പ്രസംഗം കാണാതെ അറിയാം. ഒരു 2-3 പേരുടെയെങ്കിലും വിഷയം കൃത്യമായിട്ട് അറിയാവുന്ന കൈവക്കാം. പക്ഷെ പിറവുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതാസന്മാർ എങ്കിലും പ്രസംഗിച്ചാൽ ആ വിഷയം എനിക്ക് പറയുമ്പോഴേ കാണാതെ അറിയാമെന്ന് പറയുന്ന ഒരു 50% ആളുകൾ ഇതിനകത്ത് കാണും. കാണത്തില്ലേ? കാണും. ഉറപ്പാണോ? ആണോ? ആ. ഇനിയിപ്പോ വേറെ പ്രശ്നവും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ച സാധാരണ ഒരു പ്രസംഗം മതിയായിരുന്നു. ഒരു വർഷമൊക്കെ ഇവിടെ ഇപ്പം വലിയ പാടാണ്. കാരണം കഷ്ടപ്പെട്ട് ഒരു പ്രസംഗം കൊണ്ടുവന്ന് അന്ന് വരുമ്പോൾ ക്യാമറയുമായിട്ട് അച്ചായമ്മ മുമ്പിൽ വന്നിരിക്കും. ആ പ്രസംഗം എല്ലാവരും കേൾക്കും. അത് വലിയൊരു ശുശ്രൂഷയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവര്. കാരണം എന്താ ചോദിച്ചാൽ എന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയ 1-2 സംഭവങ്ങളുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ സീറ്റായിട്ട് പഠിച്ച ഒരു അക്രൈസ്തവനായ സഹോദരൻ, അന്നത്തെ പ്രബലപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഒരിക്കലും ഒത്തിരി പഴയകാല രാഷ്ട്രീയ പ്രവർത്തനിക്കുന്ന ഒരു മരണവേദി വെച്ച് ഞങ്ങൾ ഈ ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടിട്ട് ഓടി നിന്നിട്ട് ഉറക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കുക, നീ ആ പ്രസംഗം പ്രസംഗിച്ചത് എനിക്ക് അങ്ങോട്ട് അയച്ചു തന്നു, ഞാൻ കേട്ടടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. അപ്പൊ എനിക്കൊരു സന്തോഷമായി. അവരെല്ലാം എന്ത് കേൾക്കുന്നുണ്ട്? പ്രസംഗം കേൾക്കുന്നുണ്ട്. അത് ഈ ഒരു മാധ്യമമാണ്, നമ്മ മാധ്യമങ്ങളുടെ ഉപയോഗമാണ്. എങ്കിലും ഒത്തിരി പേര് എന്ത് കേൾക്കുന്നുണ്ട്? പ്രസംഗം കേൾക്കും. അപ്പൊ നമുക്ക് അടുക്കളയിൽ ഇരുന്നുകൊണ്ടും പ്രസംഗം കേൾക്കാം, വണ്ടി ഇരുന്നുകൊണ്ടും കേൾക്കാം. ലൈവാണെങ്കിൽ യോഗത്തിൽ പോയില്ലേലും എന്ത് കേൾക്കാം? പ്രസംഗം. ഇപ്പൊ നമ്മൾ പറയും ഈ ഉദാഹരണം അവിടെ പറഞ്ഞാണ്, ആ വിഷയം അവിടെ പറഞ്ഞാണ്, അത് വീണ്ടും റിപ്പീറ്റ് ആണ്, ആ ആളുടെ കയ്യിൽ പുതിയ സന്ദേശം ഇല്ല. ഇതെല്ലാം നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് കേട്ടു? പ്രസംഗം കേട്ടു. രണ്ടാമത്തെ കാര്യം, ഒരു നോർമലി ഒരു ഉപദേശി ഒരാഴ്ചയില് ഒരു സഭയില് എത്ര പ്രസംഗം ചെയ്യണം? വെള്ളിയാഴ്ച മസ്റ്റാണേ? ആണോ? ഞായറാഴ്ച സ്വാഭാവികമായിട്ട് എത്ര പ്രസംഗം? എത്ര? 2. രാവിലെ സംഗീതം, പിന്നെ അവസാനം ഒരു സാക്ഷിയെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് ഇല്ലേ? ഉണ്ട്. 2 പ്രസംഗം. അപ്പൊ തന്നെ എത്ര പ്രസംഗമായി? 3 ഈ രണ്ടാമത്തെ പ്രസംഗത്തെ വിളിക്കുന്ന ഒരു പേര് എനിക്ക് ഇടയ്ക്ക് കിട്ടി. ഞങ്ങളുടെ പാസ്റ്ററിന് സെക്കൻഡ് മെസ്സേജ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പിള്ളേരെ വാട്സപ്പ് സന്ദേശം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അയച്ചു. അതിങ്ങനെ ഓടിക്കളിച്ചു, അത് പിടിച്ചു. സന്ദേശം ഇതായിരുന്നു: ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിക്കാനില്ല. രണ്ടാമത്തെ പ്രസംഗത്തിന് അവരിട്ട പേരാണ് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. അപ്പൊ അങ്ങനെ പോലും പ്രസംഗങ്ങൾ. പിന്നെ ഒരു ഇടയുഗം ഉണ്ടെങ്കിൽ എത്രയായി? 4 മിനിമം. 4 4 1-2 ഇടയുഗം കാണും. അപ്പൊ ഏറ്റവും മിനിമം ഒരു ആഴ്ചയിൽ എത്ര പ്രസംഗം? 4 പ്രസംഗം. ഇതുകൂടാതെ TV കേട്ടു, പിന്നെ ചെറിയ കട്ട് ചെയ്ത വാട്സപ്പുകളിലെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടതേ ഞാനും വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് വരെ അമ്മായിമ്മയും മരുമോളും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇതിന് സങ്കടമാണ് ഇതൊക്കെ. ഈ പ്രസംഗം എല്ലാം കേട്ടു. ഇന്നിപ്പോ ഒരു പെങ്കൊച്ച് ഞാൻ ചങ്ക് പൊട്ടി പറയും, ആ കൊച്ച് അപ്പൻ എന്നെ ഇപ്പം വിളിച്ചു, ഞങ്ങള് വീട്ടിൽ വന്നു, അവിടത്തെ എന്തോ വിഷയം, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കാം. ഞാൻ അച്ഛാൻ്റെ ചോദിച്ചു, അച്ഛൻ നാണയില്ല നിങ്ങൾക്ക്? നമ്മളൊരു മനുഷ്യനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ്, ചെറുക്കന്റെ അപ്പനെയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നതിന് മുമ്പ്, ഒരു പെണ്ണെ നീ ഒന്ന് വിളിച്ചായിരുന്നു ഈ വിഷയം തീർന്നേന്. ഇനി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാൽ അവർക്കുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, അതിനെ അഴിക്കാൻ വലിയ പാടാ. ആണ്. അപ്പൊ ഇതിനകത്തൊന്നും കാര്യമായ എന്തുണ്ടായിട്ടില്ല, വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്രയും പ്രസംഗം കേട്ടിട്ട് ഒരു മാനസാന്തരം ഉണ്ടാകാത്ത നമ്മളെ എല്ലാം വിധിക്കാൻ ആര് വന്നിരിക്കും? ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട നിലവേക്കാരൻ, ഒറ്റ പ്രസംഗത്തിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് മാനസാന്തരപ്പെട്ട നിലവേക്കാരുടെ മുമ്പിൽ ധൈര്യത്തോടെ ഞാനിങ്ങനെ പോയി നിന്നുകൊണ്ട് ആ വിധിയെ നേരിടുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഉറപ്പാണേ? ഉറപ്പാ. എന്തുവാന്നാ ഞാൻ പറഞ്ഞത്? നിലവേക്കാർ ഒറ്റ പ്രസംഗത്തിൽ ചങ്കത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു മാനസാന്തരപ്പെട്ട നിലവേക്കാർ എന്റെ മുമ്പിൽ ഇങ്ങനെ വിധിക്കാൻ വന്ന് നിന്നാൽ ആ വിധിയെ സഭയിലും പ്രാഗൽഭ്യത്തോടെ നേരിടാൻ എനിക്ക് ധൈര്യവും കഴിവും ഉറപ്പും ഉണ്ടെന്നുള്ളത് എന്റെ ശുദ്ധമറ്റ മനസാക്ഷിയുടെ ഉറപ്പാണെന്ന് ഉള്ളവരൊന്ന് സ്തോത്രം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉയർന്ന അത്രയും കാര്യങ്ങൾ ഉയരാഞ്ഞതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പം
നിനവക്കാരെ വിധിക്കും. ആരെ വിധിക്കും? ആരെ വിധിക്കും? പ്രസംഗം കേട്ടവരെ വിധിക്കും അല്ലേ? പ്രസംഗം കേട്ടവരെ വിധിക്കും. ഇനി രണ്ടാമതൊരു ആള് വിധിക്കാൻ വരും. കേട്ടോ, സെക്കൻഡ് വിധി ആരാ വിധിക്കുന്നു നോക്കി. ആര് വരും? തെക്കേ രാജ്ഞി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാൻ വരും? വിധിക്കാൻ വരും. അപ്പൊ നിലവിൽക്കാരെ വിധിക്കുന്നത് പ്രസംഗം കേട്ടവരെ. പക്ഷെ കേട്ടിട്ട് എന്തുണ്ടായില്ല? മാനസാന്തരം ഉണ്ടായില്ല. കേട്ടിട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ല. ഒരു കാര്യമേ, ഒരു കൊച്ചു കുഞ്ഞ് പ്രസംഗിച്ചാലും തുറന്ന മനസ്സോടായിരിക്കുമെങ്കിൽ അതിനകത്ത് നമ്മളോടൊരു ഇടപെടൽ കാണും. അതിന് വലിയ ആളൊന്നും വേണമെന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ സന്ദേശമാണെങ്കിലും തുറന്നു മനസ്സോടെ പോയിരുന്നാൽ അതിനകത്ത് എന്നോടും നിന്നോടും ഒരു ദൂത് കാണും. ആ ദൂതിന് മുമ്പിൽ അനുഗമിക്കാൻ തയ്യാറായ അവരെ ഓരോ ദിവസവും ദൈവം തന്റെ ഇഷ്ടത്തിൽ ഇങ്ങനെ പണിതെടുത്തോണ്ടിരിക്കും. നമുക്ക് രൂപാന്തരം വന്നോട്ടെ. അപ്പൊ കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒത്തിരി കേൾക്കുന്നുണ്ട്, പക്ഷെ കേട്ടത് ശിക്ഷാവധിക്ക് കാരണമാകാതെ ഓരോ കേൾവിയും എന്നെ അനുതാപത്തിലേക്ക് നയിക്കത്തക്കവണ്ണം എന്നെ ഒന്ന് പണിയണമെന്ന് ഹൃദയമായി ആഗ്രഹിക്കുന്നവര് കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ച് ചില നിമിഷങ്ങൾ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, എനിക്ക് കർത്താവെ ഇനിയും രൂപാന്തരം വരാനുണ്ട്. എന്റെ ദേഷ്യം, എന്റെ കോപം, എന്റെ കുറ്റം പറച്ചില്, എന്റെ ഈഗോകള്, എന്റെ ശാഠ്യങ്ങള് എവിടെയൊക്കെയോ ഞാൻ ഒത്തിരി ഇനിയും ദൈവാനുരൂപമായി മാറാനുണ്ട്. രൂപാന്തരം ആവശ്യമുണ്ട്. അതിനുവേണ്ടി കർത്താവ് എന്നെ കേൾപ്പിക്കുന്ന ഓരോ സന്ദേശങ്ങൾക്കും പ്രസംഗം അനുഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അനുഗ്രഹമല്ലായിരുന്നു, അല്ലെങ്കിൽ ശോഭിച്ചില്ല, ഇങ്ങനെ മാർക്കിടുന്നതിനപ്പുറത്ത് ഒരു രൂപാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കല്ലിച്ച എന്റെ ഹൃദയങ്ങളെ കുറച്ചുകൂടെ നനിക്കണമേ. മറവോന്റെ ഹൃദയം പോലെ കഠിനപ്പെട്ടു പോകാതെ ഓരോ വചനത്തിന്റെ മുമ്പിലും മെഴുകുപോലെ മുരുകാൻ നമ്മളൊരു മാനസിക നില എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇരുകരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, ഒരുക്കം തരണമേ, ഒരുക്കം തരണമേ. മുരുകാനുള്ള ഒരു കർത്താവ് മാംസമായ ഹൃദയം തരണമേ. എന്റെ കണ്ടിപ്പുകളെ എല്ലാം മാറ്റണേ, എന്റെ ഭാഷയെല്ലാം മാറ്റണേ. കർത്താപ്പിച്ച എനിക്ക് 2020 ആദ്യ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇനിയും രൂപാന്തരം ആവശ്യമുള്ളവനാണ്. അതിനെന്നെ പണിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ വചനങ്ങൾ കേൾക്കുമ്പോൾ കരയാനുള്ളൊരു കൃപ തരണമേ, കരയാനുള്ളൊരു കൃപ തരണമേ, അനുഭവിക്കാനുള്ള ഒരു കൃപ തരണമേ. മാനസാന്തരപ്പെട്ടവര് മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അവരൊടുവിൽ മാനസാന്തരത്തിന്റെ പൂർത്തീകരണമെത്തും. ആ ദിവസം വരെ എനിക്ക് എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമായതുകൊണ്ട് വചനത്തിന്റെ മുമ്പിൽ അനുതാപമുള്ള ഹൃദയം തരണമേ, കണ്ണീര് തരണമേ. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. അടുത്തിരിക്കുന്ന 1-2 പേരെങ്കിലും ആ ശബ്ദം കേൾക്കത്തക്കവണ്ണം നമ്മുടെ ശബ്ദങ്ങളെ ഒന്ന് ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചേ. അനുതാപമുള്ള ഹൃദയം ചോദിച്ചേ. ചില ഹൃദയങ്ങൾ അങ്ങ് ഖണ്ഡിച്ചു പോയില്ലേ? ദുഃഖനാമത്തിൽ അനുഭവങ്ങൾ കൊണ്ടും പഴക്കം കൊണ്ടും തഴക്കം കൊണ്ടും കല്ലിച്ചു പോയ എല്ലാ ഹൃദയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു പുതിയ രൂപാന്തരപ്പെട്ട് നിനക്ക് പുതിയതും മാംസവുമായ ഒരു ഹൃദയം തരുമെന്നുള്ള വചനം പോലെ ഒരു പുതിയ ഹൃദയം, ഒരു മാംസമായ ഹൃദയം, വെളുക പോലെ ഒരുങ്ങുന്ന ഒരു ഹൃദയം, വിട്ടുകളയുന്ന ക്ഷമിക്കുന്ന ഒരു ഹൃദയം കർത്താവേ വന്നിട്ട് ദൈവാനുരൂപമായി പുതുക്കം പ്രാപിച്ച നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായി സമർപ്പിക്കത്തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടത്തക്കവണ്ണം അനുതാപത്തിന്റെ ഒരു കണ്ണീര് എനിക്ക് തരണമേ. പുതുവർഷം അനുതാപത്തിൻ്റെതാകണമേ, കരച്ചിൻ്റെതാകണമേ. ഓരോ വചനവും എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അതെനിക്ക് ശിക്ഷാവലിക്ക് കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമായി മാറണം. ഒന്ന്, നിലവേക്കാര് എഴുന്നേറ്റ് ആരെ ന്യായം വിധിക്കും? ഈ തലമുറയെ ന്യായം വിധിക്കും. 2, ആരാണ്? 42:42 തെക്കേ രാജ്ഞി ന്യായവിധിയില് ഈ തലമുറയോട്
ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൻ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വരും. ഈ തലമുറയെയും ന്യായം വിധിക്കും. രണ്ടാമത്തെ വിധി ഉറക്കെ പറഞ്ഞ് ആര് വരും? തെക്കേ രാജ്ഞി. ഒന്ന് ഉറക്കെ പറഞ്ഞ് തെക്കേ രാജ്ഞി. അപ്പൊ ഒന്ന് വിജാതീയ രാജ്ഞിയായിരുന്ന തെക്കേ രാജ്ഞി, ഈ നിലവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസിറിയൻ രാജ്യത്തെ രാജ്ഞിയായിരുന്ന ഈ മാന്യവനിത ഈ വചനം കേട്ടിട്ട് രക്ഷ അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ അവൾ കേട്ടു, ജ്ഞാനമുള്ളൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരെന്താ? ശലോമോൻ. ഇവൾ എഴുന്നേറ്റിട്ട് പോയി ഒത്തിരി ദൂരം യാത്ര ചെയ്ത് പോയി. എവിടം വരെ പോയി? തെക്കേ രാജ്ഞിയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഈ ശേബാരാജ്ഞി തെക്കേ രാജ്ഞി ശലോമോന്റെ അടുക്ക വന്നു. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഈ രാജാവിന്റെ അടുക്ക വന്നപ്പം ഞാനും അന്വേഷിച്ച് വന്ന ഇവളെ ശിക്ഷയാക്കണോ വേണ്ടായോ എന്ന ശലോമോൻ ടെസ്റ്റ് ഇട്ട്. ശലോമോൻ പലപ്പോഴും ടെസ്റ്റ് ഇടും. നമ്മൾ കണ്ടിട്ടില്ല, ഒരു രാജാവ് ഒരിക്കല് തൊണ്ടയുടെ പ്രയാസമാണ് പ്രാർത്ഥന. രണ്ട് സ്ത്രീകൾ വന്നു. രണ്ടുപേരുടെയും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അറിയാമെന്ന് പറഞ്ഞേ, കുഞ്ഞായിട്ട് വന്നു. അപ്പൊ ഒരു കുഞ്ഞിന് എന്താ പറ്റി? ചത്തുപോയി. എങ്ങനെ ചത്തുപോയി? ഒരമ്മ ഇവിടെ ഈ കുഞ്ഞിന്റെ മണ്ടയ്ക്ക് കയറിക്കിടന്നു. അപ്പൊ പറഞ്ഞ് എന്റെ ഇങ്ങനെ ആ വിഷയം പറഞ്ഞു. അപ്പൊ രാജാവ് ഒരു അടയാളം വെച്ചു. എന്താ പറഞ്ഞു? അറിയാവുന്നിടത്ത് പറഞ്ഞ് ഒരു മറ്റേ കുഞ്ഞിനെ കൊണ്ടുപോവാ, എന്നിട്ട് മാളിട്ട് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഒരമ്മ എന്താ പറഞ്ഞു? വേണ്ട. മറ്റേ അമ്മ എന്താ പറഞ്ഞു? ചെയ്ത പറഞ്ഞു. അപ്പൊ ചെയ്യരുതെന്ന് പറഞ്ഞ അമ്മയാണ് എന്ത്? സ്വന്തം അമ്മയെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ടോക്ക് ഷോയിൽ ഇരിക്കുകയാണ്. കുറെ പേരുണ്ട്. ഒരു TV ലൈവ് പ്രോഗ്രാമാണ്. അപ്പോ ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ churches and new generation churches? What's main difference? അപ്പൊ രസികനായ ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് വന്നു. രണ്ടും കണക്കാ. ഒരമ്മ മേളിൽ കിടന്ന് ഞെക്കിക്കൊന്നു, മറ്റേ അമ്മ വാളെടുത്ത് വെട്ടിക്കൊന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, രണ്ടു തള്ളയും കണക്കാണ്. ഒന്ന് ഞെക്കിക്കൊന്നു, ഒന്ന് വെട്ടിക്കൊന്നു. അപ്പൊ ഏതായാലും ഇവിടെ ഒരു ജ്ഞാനം ഉപയോഗിച്ചിട്ട് വന്നു. ഇപ്പൊ ശലോമോൻ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. അപ്പൊ ഈ ജ്ഞാനം രക്ഷിച്ചിട്ട് ഈ സഹോദരി എവിടെ വന്നു? ശലോമോന്റെ അടുക്കല് വന്നു. അപ്പൊ ആര് എഴുന്നേറ്റ് ന്യായം വിധിക്കാൻ വരുമെന്ന് പറ? ശേബാരാജി ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ ഒരു ആ സിംഹാസനത്തിന്റെ മുമ്പിൽ കൂടെ നമ്മളൊന്ന് പോകേണ്ടി വന്നു. ഒന്ന് ചിന്തിക്കുക. നഷ്ടമൊന്നുമില്ലല്ലോ. ചിന്തിക്കുക. ഏതായാലും യേശു കർത്താവ് പറഞ്ഞ കാര്യമല്ലേ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ അതിന്റെ മുമ്പിൽ കൂടെ പോയാൽ ആ വിധിക്കാനുള്ള റൈറ്റ് എന്തായിരിക്കും? ശേബാരാജ്ഞി നമ്മളെ വിധിക്കാനുള്ള ശേബാരാജ്ഞിയുടെ റൈറ്റ് എന്തായിരിക്കും? What is her right to judge us? പറഞ്ഞേ. അവള് കഷ്ടപ്പെട്ട് എന്ത് കേൾക്കാൻ പോയി? ജ്ഞാനം കേൾക്കാൻ. എവിടം വരെ യാത്ര ചെയ്തു? ശലം. അത് ജ്ഞാനം കുറവാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഇന്ന് നമുക്ക് ജ്ഞാനം കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയുണ്ട്. എന്താണ്? പറ. വിശുദ്ധ വേദപുസ്തകമാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ട്. ഞാൻ എന്റെ യാത്രകളില് ഒത്തിരി വീടുകളിലൊക്കെ താമസിച്ചു. അപ്പൊ ചിലപ്പോ നമ്മളിങ്ങനെ വേദപുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ, അച്ഛാ ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട കമന്ററിയോ ഒരു സ്റ്റഡി ബൈബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി വീടുകളിൽ നിന്നോട് പറഞ്ഞു, പാഷാള്ള ഷോക്കേസ് പറഞ്ഞിട്ട് തപ്പിയെടുത്തോ. മൊത്തം കമന്ററി, മൊത്തം ഡിക്ഷണറി, ബൈബിൾ നിഘണ്ടു, പിന്നെ ലെക്സിക്കൽ, പിന്നെ സ്റ്റഡി ബൈബിൾ എന്ന് വേണ്ട റാണി റഫറൻസ് ബൈബിൾ എങ്കിലും ഉണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നം കണ്ടു. ഇത് എടുത്തപ്പം തുമ്മി എൻ്റെ ഒറ്റപ്പാട് തെറ്റി. ഇത് വെച്ചതല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം പുസ്തകമുണ്ട്.
പല പുസ്തകങ്ങളും പലരുടെതും എന്റെ സഭയിൽ ഇരിപ്പുണ്ട്. കൊണ്ടുവച്ചിട്ട് മറന്നിട്ട് പോകുന്ന, അവരത് എടുക്കാറേയില്ല. അതിന്റെ അർത്ഥം ഇടയ്ക്കൊന്നും എന്ത് ചെയ്യാറില്ല, വായിക്കാറില്ല. അപ്പം ഈ പുസ്തകം ഒത്തിരി ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിളുണ്ട്, മലയാളമുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടെ ഉള്ള പുസ്തകമുണ്ട്. പിന്നെ കമന്ററി ഉണ്ട്, സങ്കീർത്തന ഭാഷയുണ്ട്. പിന്നെ ഒത്തിരി നമ്മൾ എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമുണ്ട്, ദാനിയേൽ പഠനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായിട്ടും കഷ്ടിച്ച് സങ്കീർത്തനം ഒന്ന് വായിക്കും. പുസ്തകമുണ്ട്, വായിച്ചിട്ടില്ല. ഞാനും നോക്കിയിട്ടില്ല. നിങ്ങളെ എല്ലാം വിധിക്കാൻ, അല്ല തിരുത്താം, നമ്മളെ എല്ലാം വിധിക്കാൻ വരുന്നുണ്ട് ഒരാള്. ആര്? തെക്കേരാൻ. മനസ്സിലായല്ലോ? ഉപദേശമാരാണെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഭൂരിപക്ഷം ഉപദേശമാര് പറയും എക്സെപ്ഷനാണ് സണ്ണിച്ചാൻ. ഉറപ്പും പുള്ളിക്കും വചനം അറിയാം, വാക്യങ്ങൾ ഇങ്ങനെ പടപെടാന്ന് പറയും. എനിക്കതുകൊണ്ട് പുള്ളിയുടെ ആ കാര്യത്തിൽ ഒരു ബഹുമാനമുണ്ട്. എന്ത് വാക്യം ഇങ്ങനെ വരുമെന്നറിയാണ്. അപ്പം പലരും കുത്തിയിരുന്ന് വേദോസം വായിക്കുന്നത് സൺഡേ സാറ്റർഡേ നൈറ്റിലാണ്. കാരണം സൺഡേ എന്ത് ചെയ്യണം, പ്രസംഗിക്കണം. അല്ലെങ്കിൽ ഈയിടയ്ക്ക് എനിക്കൊരു കാര്യം കണ്ടു. ഞങ്ങളുടെ ഒരു കൊച്ചൻ കല്യാണം കഴിഞ്ഞ ഇപ്പൊ പുള്ളിക്ക് ഉപദേശിപ്പുള്ളി താത്തു വെക്കുന്നുണ്ടാവും. പുള്ളി പ്രസംഗിക്കാൻ സഭയിൽ വന്നിട്ട് സങ്കീർത്തന ഭാഷയും കൂടെ തുറന്നു വെച്ചാൽ പ്രസംഗിക്കുക. അപ്പൊ അള്ളി വെച്ചിട്ട് വീട്ടിൽ വെച്ചതൊന്ന് വായിച്ചിട്ട് വന്നായിരുന്നു എന്തൊരു ഗുണമായിരുന്നു. അപ്പം പുസ്തകം വായിക്കാത്ത എല്ലാവരെയും വിധിക്കാൻ ആര് വരും? തെക്കേ രാജ്യം വരും. കാരണം അവർ രാജ്യമായിട്ടും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ജ്ഞാനം അന്വേഷിച്ചു പോയി ആ വിധി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്റെ അപ്പച്ചന് 83 മരിച്ചു. 83 മരിച്ചപ്പം അന്ന് ഈ ഫോട്ടോ ഇതുപോലെ സുലഭമല്ല. ക്യാമറക്കാര് അന്ന് പടപെടാൻ ഫോട്ടോ എടുക്കത്തില്ല. കാരണം ഫിലിമിനാണ് വില. 24 ഫിലിമൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാതെ ഫിലിം അടിച്ചു കളയത്തില്ല. ഇപ്പോഴാണ് ഒറ്റയടിക്ക് 5 ഫോട്ടോ 6 ഫോട്ടോ ഒക്കെ ഒരേ രീതിയിൽ എടുക്കും. മറ്റേ ഫിലിമിന് കാശായതുകൊണ്ട് അത് പോത്തില്ലേ, നഷ്ട എടുക്കത്തില്ല. അപ്പം വീട്ടുകാരുടെ ഒക്കെ ഫോട്ടോ കഴിഞ്ഞിട്ട് അതൊരു മരിപ്രയാണക്കൂട്ടം എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവരെല്ലാം കൂടെ അവസാനം നിന്നിങ്ങനെ 10-28 പേരുണ്ട്, കൂട്ടായ്മക്കാരാ, ഫോട്ടോ എടുക്കും. ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോഴാ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡൊപ്പി എടുത്തപ്പം അവരെല്ലാവരും പുസ്തകം പിടിച്ചോണ്ടാണ് ശവടത്തിന് വന്നത്. എല്ലാവരും ഉപദേശിമാരല്ല, അധ്യാപകരും ഉപദേശിമാരും എല്ലാവരും മുഴുവൻ പേരുടെ കയ്യിൽ പുസ്തകം ഉണ്ട്. അപ്പം കൂട്ടായ്മക്കാര് മരണത്തിന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോ എന്തോ പിടിച്ചോണ്ടാ, ബൈബിൾ പിടിച്ചോണ്ട്. അവർ പിടിച്ചൊരു ശൈലിയുണ്ട്. എങ്ങനെയാ പിടിച്ചത്? ഇങ്ങനെ പിടിച്ചോണ്ട്. പണ്ട് ഈ അപ്പച്ചന്മാരൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോ ഇവർക്ക് ഒരു ഷർട്ട് ഒരു നേര് നോക്കിയിട്ടുണ്ട് വരും. കൂട്ടത്തിൽ എന്താ കാണും? കയ്യില് ബൈബിള് കാണും. പഴയ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന അപ്പച്ചന്മാരുടെ കൈ പലരുടെ കയ്യില് എന്താ പിടിച്ചിട്ടുണ്ട്? ബൈബിളോടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ബൈബിളും പിടിച്ച് ഫോട്ടോയ്ക്ക് നിൽക്കുക. അറ്റൻഡ് ചെയ്യാൻ വന്ന വിശ്വാസികളുടെ കയ്യില് വേദോസ്തം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എളിയവനൊരു സങ്കടം തോന്നിയത്, ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ശവടത്തിൽ നിൽക്കുമ്പോ മുഖ്യ ശുശ്രൂഷ നിർവഹിച്ച ദൈവദാസന്റെ കൈ പുസ്തകമില്ല. പുള്ളി ഫോണിൽ നിന്ന് എടുത്ത് ഏതാണ്ടൊക്കെ വായിക്കുന്ന കണ്ട്. എന്നിട്ട് വളരെ കൂടുതലായിട്ടിരിക്കുന്നു. തമ്പുരാനെ, പുസ്തകം വായിക്കാത്ത എല്ലാവരും വിധിക്കാൻ വരുന്നുണ്ട്. ആരെയാൻ? തെക്കേരാൻ. അതുകൊണ്ട് വലിയ തീരുമാനമൊന്നും എടുത്തില്ലെങ്കിലും 2020 ബൈബിൾ വായിക്കാൻ ഒന്ന് തീരുമാനിച്ച ഏറ്റവും നല്ലതായിരുന്നു. ഒരു വിധിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് വിധിയുടെ മുമ്പിൽ നിന്ന്? തെക്കേ രാജ്യയുടെ വിധിയിൽ നിന്ന് മുമ്പിൽ രക്ഷപ്പെടാം. ഇത് ഭയങ്കര അനുഗ്രഹമാണ് ബൈബിൾ വായിക്കുന്നത്. എന്താ കാര്യം അറിയാമോ? ഇതിനകത്ത് ജീവന്റെ വചനമുണ്ട്. ഈ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. അത് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ബൈബിള് വായിക്കാൻ വേണ്ടി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് പ്രയോജന ക്ലാസ്സിൽ പോയി അക്ഷരം കഷ്ടിച്ച് പഠിച്ച് ബൈബിള് വായിക്കുന്ന അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രെയിമുള്ള കണ്ണാടിയില്ല, അത് നൂലൊക്കെ വെച്ച് കെട്ടിവെച്ച് എന്നിട്ട് മുക്കിയും പൊളിയും വേദപുസ്തകം വായിക്കുന്നവൻ. പക്ഷെ എന്റെ കുഞ്ഞു മക്കളെ, കണ്ണിന്റെ കാഴ്ച ഉണ്ടായിട്ടും നല്ല ഫ്ലുവന്റ് ആയിട്ട് വായിക്കാൻ എനിക്കുമായിട്ടും വായിക്കാത്ത പ്രിയപ്പെട്ടവരെ, എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും, അത് തേനിലും തേങ്ങയേക്കാൾ രുചിയുള്ളതും അണ്ണാക്കിന് മധുരമായതുമായിരുന്നത്
അധികമായി ദൈവവചനം വായിക്കാൻ എനിക്ക് ഈ വർഷം കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പുസ്തകമെല്ലാം കയ്യിൽ ഉയർത്തി. കൺവെൻഷൻ വന്നപ്പോൾ പുസ്തകമുള്ളവരല്ലേ ആ പുസ്തകം ഞാൻ ഉയർത്തി പിടിച്ച് എല്ലാവരും ഒരു സ്തോത്രം ചെയ്യുന്ന വിഷയം. ഈ പുസ്തകം ഭയങ്കര അനുഗ്രഹമാണ്. ഈ പുസ്തകം തലയ്ക്ക് വെക്കാനുള്ളതല്ല, പുസ്തകം വായിക്കാനുള്ളതാണ്. ഈ പുസ്തകം വായിച്ചാൽ ഈ പുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കും. പിന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഈ വചനം നമ്മളോട് ഇടപെടും. അത് നമുക്ക് ജീവനാകും, അത് നമുക്ക് ചൈതന്യമാകും, അത് നമുക്ക് രോഗസൗഖ്യമാകും, അത് നമുക്ക് വിടുതലാകും, അത് നമുക്ക് അനുഗ്രഹമാകും, അത് നമുക്ക് ആരോഗ്യമാകും, അത് നമ്മുടെ അസ്ഥിക്ക് തണുപ്പാകും, നമ്മുടെ മനസ്സിന് സന്തോഷാകും. കരങ്ങൾ അടിച്ച് ഈ പുസ്തകത്തിനായി സ്തോത്രം ചെയ്ത് വചനത്തോട് ഭയങ്കര താല്പര്യം, വചനത്തോട് ഭയങ്കര താല്പര്യം, വചനത്തോട് ഭയങ്കര താല്പര്യം. എന്റെ ഒരു കൊതി പറയാം. പക്ഷെ ഞാൻ ആ കൊതി പലയിടത്ത് പൂർത്തീകരിക്കുന്നത് കണ്ടു. കർത്താവേ, ഇന്ന് എല്ലാ വീടിന്റെയും പ്രശ്നം ഒരു 99% നാടിന്റെയും വീടിന്റെയും പ്രശ്നമാക്കിയിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. മക്കളെന്ന് വേണ്ട വലിയവരുൾപ്പെടെ എങ്കിലും ഒരു തലമുറ മുഴുവൻ 24 മണിക്കൂറിൽ കിട്ടുന്ന സമയം മുഴുവൻ എന്തിനകത്താണ്? ഫോണിനകത്താണ്. ഇത് അവരത് രസിക്കുകയാണ്, അവരെ അഡിക്ഷൻ ആക്കുകയാണ്. ഗെയിം അഡിക്ഷൻ ഭയങ്കര അപകടമാണ്. അതുകൊണ്ടാണ് ചേട്ടനും അനിയനെ കൂടെ കൊലപാതകത്തിലൊക്കെ കൊണ്ടെത്തിച്ച സംഭവങ്ങളൊക്കെ കാരണമായി സങ്കടകരമായൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വല്ലാത്ത മുറിവുകൾ സമ്മാനിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ പ്രാർത്ഥനാ മുറി കുടിയോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് അങ്ങനെ ഇരിക്കുന്ന മക്കൾ നമ്മൾ കാണുമ്പേ ഏറെ നേരം ആരും പറയാതെ കുറെ ബൈബിൾ വായിക്കുന്നില്ല. ബൈബിൾ വായിക്കുന്നപ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് അവരുടെ സ്കൂൾ ബാഗുകളിൽ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഒരു ന്യൂ ടെസ്റ്റമെന്റ് കൂടെ വെച്ചുകൊണ്ട് പോയിട്ട് അതിന്റെ ഒരു കിട്ടുമ്പോൾ ഇത് തുറന്ന് വായിക്കുന്ന മക്കളായി മാറണമെങ്കിൽ ഇത് വായിച്ച് നമ്മൾക്കറിയുന്ന നമ്മൾ കാണണം, നമ്മൾ വായിച്ച് അതിൽ സന്തോഷിക്കുന്ന കാണണം. അങ്ങനെ വചനത്തെ രസിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തോന്നുന്ന ഹൃദയമായി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മക്കളില്ല, എനിക്ക് മക്കളുണ്ട്. വചനം രസിക്കുമ്പോൾ വചനത്തെ രസിക്കുന്ന ഒരു തലമുറയെ കൊതിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മളിത് വായിച്ച് കരയുന്നവർക്കാണ്. സ്കൂൾ ലൈഫിലൂടെ ടെസ്റ്റമെന്റും കൊച്ചു ബൈബിളൊക്കെ കൊണ്ടുപോയി അവസരം കിട്ടുമ്പോൾ അത് മലയാളപ്പെടുത്തി വായിച്ച് അതിനകത്ത് വായിച്ച് നോക്കിയിടത്തൊരു പേപ്പർ വെച്ച് തുടർന്ന് വായിച്ച് അതിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു തലമുറ കർത്താവേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കാണുന്നേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കറിയുന്ന കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് വചനത്തെ രസിക്കുന്നത് തുറന്ന ഒരു വെറും പ്രസംഗത്തിനപ്പുറത്ത് ഒരു പ്രാർത്ഥന യോഗമാണ്. കരകൾ ഉയർത്തി പ്രാർത്ഥിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ രസിക്കണം. ഇന്ന് നമ്മളെല്ലാവരും വഴക്കല്ലേ, നിർത്തണ പൊട്ടിക്കണ. ചിലരാണെങ്കിൽ ടി വി തന്നെ പൊട്ടിക്കുന്നു, ടി വി എടുത്ത് കഴിയുമ്പോൾ കൊടുക്കുന്നു, ഫോൺ ഉടയ്ക്കുന്നു. ഭയങ്കര ബഹളങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മടുത്തു, ആർക്കും നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉപദേശത്തിലും ഒരു കൗൺസിലിങ്ങിലും ഒന്നും വ്യത്യാസം വരുത്തില്ല. പക്ഷെ അവരുടെ രസം ഇതിനകത്തായാലുണ്ടല്ലോ, പിന്നെ ആരും അവരെ ഇതിന് മാറ്റത്തില്ല. എന്റെ ദൈവമേ, വചനത്തെ രസിക്കുന്നവർ നമുക്ക് എഴുന്നേക്കണമേ. ഞങ്ങൾക്ക് ഇതിനകത്ത് മണിക്കൂറുകൾ ഇതിന്റെ രസം കണ്ടെത്തിയിരിക്കാൻ കൃപ തരണമേ. അങ്ങനെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഒരു കണ്ണ് കാണാത്തത്, ഒരു കാത് കേൾക്കാത്തത്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ദൂതുകളെ നിങ്ങളുടെ കൈ തരും, നമ്മുടെ കൈ തരും. ദൂതുകൾക്ക് വേണ്ടി എങ്ങും പോകണ്ട. ദൂതുകൾ ഇതിനകത്തുണ്ട്, ഉത്തരങ്ങൾ ഇതിനകത്തുണ്ട്, മറുപടികൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ചാണ്ട് വചനത്തോട് തെക്കനായി എഴുന്നേറ്റ് പോയി ജ്ഞാനം അന്വേഷിച്ചതുപോലെ എന്റെ യേശുവേ വചനത്തിന്റെ രസം എന്നിൽ വർദ്ധിപ്പിക്കണമേ. വായിക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ, കാണാതെ പഠിക്കാൻ,
വചനത്തോട് ഭയങ്കര ആർത്തി. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദാഹത്തെ എനിക്ക് തരണമേ. മൺതൊടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരട്ടെ, അതിനുവേണ്ടി കൊതിക്കട്ടെ. ആ കൊതിയിൽ രാത്രിയിൽ ഒരു ഭയങ്കര ദാഹമാകട്ടെ. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ദാഹത്തെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമിയത്തിയോട് പ്രാർത്ഥിച്ച ദാഹം വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഭയങ്കര ദാഹം, ദാഹം, ദാഹം. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണു കാണാൻ നോക്കുമ്പോ വായിക്കുക, മതിയാവോളം വായിക്കുക. നാളെ കണ്ണിന്റെ കാഴ്ച പറയുമ്പോൾ ഒരു പശുവായി കിടക്കുന്നത് പോലെ ഹൃദയത്തിൽ കിടക്കുന്ന വചനങ്ങൾ ഇങ്ങനെ ബലപ്പെടുത്തും. വചനം വായിക്കുമ്പോൾ വല്ലാത്ത തലവേദന, വചനം വായിക്കുമ്പോൾ മന്ദത, വചനം വായിക്കുമ്പോൾ അവർ കണ്ണിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. കണ്ണിന്റെ കാഴ്ച ചോദിക്കുക, മറ്റൊന്നിനു വേണ്ടിയല്ല, വചനം വായിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ആ തലവേദനകൾ മാറട്ടെ. വചനവായനയ്ക്ക് വിരുദ്ധമായിട്ട് ഉയരുന്ന സകല ക്ഷീണങ്ങളും മടുപ്പുകളും മന്ദതകളും തലവേദനകളും കണ്ണിന്റെ കാഴ്ചക്കുറവുകളും എല്ലാം രാത്രി മാറിയിട്ടൊരു വലിയ പുതുക്കം വചനത്തിന്റെ മുന്നിൽ ഇരിക്കാനുള്ള ഒരു പുതുക്കത്തെ യേശുവിന്റെ നാമത്തിൽ ജനത്തിന് മേൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദോത്തിന്റെ മുമ്പിൽ വസിച്ചിരിക്കുവാൻ, സന്തോഷിച്ചിരിക്കുവാൻ ഒരു തെക്കരാക്കി ജ്ഞാനം അന്വേഷിച്ചതുപോലെ കർത്താവേ, ബൈബിൾ വായന ഇല്ലാതെ പോയല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വേദപുസ്തക വായന ഇല്ലാതെ പോയല്ലോ. ഞങ്ങളുടെ തലമുറകൾക്കത് ഇല്ലാതെ പോയല്ലോ. ഞങ്ങൾ കൊതിക്കുന്ന കർത്താവെ എല്ലാം ഉണ്ട്, പക്ഷെ വ്യക്തിപരമായ ദൈവവചന ധ്യാനം ഞങ്ങളിൽ കുറഞ്ഞുപോയി കർത്താവേ. ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കുന്നു, പുത്തൻ വർഷം വചനധ്യാനത്തിന്റെ വർഷമാക്കണമേ. അങ്ങനെ കൊതിക്കുന്നവരൊക്കെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ പ്രാദേശിക സഭകളിലും ഇതിനു വേണ്ടി ഒരു മത്സരമെടുത്താലും കുഴപ്പമില്ല. 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പാഠ്യ പദ്ധതികൾ, പ്രത്യേക പാക്കേജുകളൊക്കെ ഒരുക്കി പ്രോത്സാഹിപ്പിക്കുക. ദൈവവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച് അതിനൊരു ദാഹം വേണം. ഇത് രാത്രി ആ ദാഹം ആര് തരും? കർത്താവ് തരും. ചോദിക്കുകയും ലഭിക്കും. ദാഹിക്കുന്നിടത്ത് അവൻ ഭരണതലത്ത് നേരിടുക്കുള്ള തുറക്കുന്ന ദൈവമാണെങ്കിൽ തെക്കേന്റെ രാജ്ഞി എഴുന്നേറ്റ് വന്ന് വിധിക്കുന്ന ദിവസം ജ്ഞാനമന്വേഷിച്ചു പോയവർ അവിടെ വിധിയുടെ മുമ്പിൽ നിൽക്കാൻ വന്നാൽ ധാർമ്മികത അവർ കണ്ണിക്കുള്ളതിനെ കണ്ടുകൊണ്ട് വചനധ്യാനത്തിന് വേണ്ടി കൊതിക്കുക. വചനധ്യാനം. അപ്പൊ 2ാമത്തെ വിധി ആരാണ്? തെക്കേ ബാറ്റിംഗ്. ഓക്കെ. ഇനി 3ാമത്തെ ഒരു വിധി, എന്നെ ഇച്ചിരി പേടിപ്പിച്ച ഒരു വിധി. 19-ാം അധ്യായം അതിന്റെ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-ന് ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇസ്രായേൽ ഗോത്രം 12-ന് ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ ഈ വിധിയുടെ ദൈവശാസ്ത്രപരമായ നൂലാമാലകളിലേക്കല്ല പോകുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ധാർമ്മികത കണ്ണിക്കൂടെ ഈ ഒരു ഭാഗത്തെ കണ്ടുകൊണ്ട് എന്നെ ദൈവം ചിന്തിപ്പിച്ചത് പങ്കുവയ്ക്കുകയാണ്. 3ാമത്തെ ഒരു കൂട്ടരുടെ വിധി പറയുന്നു. ആര് വിധിക്കാൻ വരും? ആരാ? 12 അപ്പോസ്തലന്മാർ. അവർക്ക് പറഞ്ഞ് ആരാണ്? 12 അപ്പോസ്തലന്മാർ. അപ്പൊ അവർക്ക് വിധിക്കാനുള്ള റൈറ്റ് എന്താ? പത്രോസ് തന്നെ പറയുന്നു, ഞങ്ങൾ എന്ത് വിട്ടു? സകലതും വിട്ട് നിന്നെ എന്ത് ചെയ്തു? അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ കർത്താവ് പറയുന്നു, നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അപ്പൊ ഈ 12 അപ്പോസ്തലന്മാർക്ക് വിധിക്കാനുള്ള റൈറ്റ് എന്താ?
ഒറ്റ റൈറ്റാണ്. അവർ സകലതും എന്ത് ചെയ്തവരാ, വിട്ടവരാ. അതെന്നെ പേടിപ്പിക്കാനായിട്ട് ഒരു ചിന്ത വരാൻ കാര്യമുണ്ട്. കേരളത്തില് ഈയിടയ്ക്ക് ഒരു ദേവദാസൻ പ്രസംഗിച്ചു. തമിഴ്നാട്ടിൽ വന്നൊരു ദേവദാസൻ ഞങ്ങൾ അവിടെ വലിയൊരു മീറ്റിംഗ് നടത്തി. അപ്പൊ അന്ന് അദ്ദേഹം പ്രസംഗിച്ചൊരു കാര്യം എനിക്കത് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ലോകത്ത് ആദ്യമായിട്ട് പള്ളി സ്ഥാപിച്ച, സുവിശേഷമല്ല, പള്ളി സ്ഥാപിച്ച രാജ്യങ്ങളിലൊന്ന് കേരളമാണ് പോലും. അത് ചിലപ്പം നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആര് വന്നു കേരളത്തിൽ, കേരള സുറിയൻ ക്രിസ്ത്യൻസ് ഒക്കെ പറഞ്ഞ, പ്രത്യേകിച്ച് പിറവൊക്കെയായിട്ട് ബന്ധപ്പെട്ട ആ ശക്തരല്ലേ നിങ്ങളെല്ലാം പറഞ്ഞു. ആര് വന്നു? തോമസ് വന്നു. എന്നിട്ട് എന്ത് സ്ഥാപിച്ചു? എത്ര പള്ളി? 7 പള്ളി സ്ഥാപിച്ചു. അത്രയൊക്കെ അറിവുണ്ടല്ലോ. നമ്മുടെ ഭയങ്കര ട്രഡീഷനാണ്. അതാരും ഓറൽ ട്രഡീഷൻ ഉണ്ട്. നമുക്കിപ്പോ അത് ഈ ഇന്ത്യൻ ക്രിസ്ത്യൻ ഹിസ്റ്ററിക്കകത്ത് സർത്ത് എന്നൊക്കെ പറഞ്ഞു, എന്റെ ഓർമ്മ അതാണ്. അദ്ദേഹമൊക്കെ എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ചർച്ച് ട്രഡീഷൻ കിടക്കുമ്പോൾ അത് തുടങ്ങുന്നത് സെന്റ് തോമസ് ഹിസ്റ്ററി എന്നാണ്. അത് കഴിഞ്ഞാണ് ഗ്നായിത്വങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആദ്യം വന്ന ഈ ഒരു ട്രഡീഷനാണ്. അതാണ് സിറിയൻ ട്രഡീഷനാണ്. 7 പള്ളികൾ എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പൊ ആ പള്ളിയിൽ ഒരു പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നത് നിലയ്ക്കലാണ്. 1983 നിലയ്ക്കൽ ഒരു വലിയ വിഷയം ഉണ്ടായി. അന്നത്തെ കാരണന്മാർക്കൊക്കെ ഓർമ്മയുണ്ട് നിലയ്ക്കൽ ഇഷ്യൂ ഓർമ്മയുള്ളവരുള്ളവരൊന്ന് കൈവക്കുക. ഓക്കെ, പുതുതലമുറയ്ക്ക് ഓർമ്മ നിലയ്ക്കൽ ഇഷ്യൂ. അത് ഞാൻ വളരെ കുഞ്ഞാണ്. പക്ഷെ ഇന്ന് ഞാൻ അരിച്ചു പറക്കി കുഞ്ഞായിരിക്കും പത്രം വായിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കേക്കണ്ണാരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ ഇഷ്യൂ ഇങ്ങനെ കത്തിക്കടന്നപ്പോൾ ക്രൈസ്തവർ പൊതുവെ സമാധാന പ്രേമികളായിരുന്നു കൊണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന 2 പേരോടൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് വലിയൊരു സമാധാന ചർച്ച നടത്തി. അങ്ങനെ കുരിശിങ്ങനെ മാറ്റി സ്ഥാപിച്ച് അവിടെ ഒരു നിലയ്ക്ക് തന്നെ ഇച്ചിരി അപ്പുറത്തായിട്ട് ഒരു എക്യുമെനിക്കൽ സെന്റർ സ്ഥാപിച്ചു. ഇന്നും ആ സ്ഥാപനം അവിടെ ഉണ്ട് കേട്ടോ. എക്യുമെനിക്കൽ സ്ഥാപനം അവിടെ ഉണ്ട് നിലയ്ക്കര. നല്ല രസമാണ് പോകാൻ. ഒരു 10-200 പേർക്ക് താമസിക്കാൻ. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ആയിരിക്കുകയാണ്. വനത്തിനകത്താണ്. പോകണം. അപ്പൊ അവിടെ ഞങ്ങൾ പല ക്യാമ്പ് നടത്തി. അതാണ് എന്നെ ഇത് ചിന്തിപ്പിച്ചത്. ക്യാമ്പ് നടത്തി ഞങ്ങളോട് പോയപ്പോ പിള്ളേരെ ആരും വിടത്തില്ല. എന്താ കാര്യം ചോദിച്ചാല്, ഞാൻ അങ്ങനെ അവിടെ ഒരച്ഛനുണ്ട്. അന്ന് അച്ഛനുണ്ടായിരുന്ന ഒരു കരുഞ്ഞ അച്ഛനാണ്. നല്ല താടിയൊക്കെ ഉള്ളൊരു അച്ഛൻ, നല്ലൊരു അച്ഛൻ, സ്വാധീനായ ഒരു സന്യാസി അച്ഛനാണ്. അച്ഛൻ്റെ അടുക്കല് ഞാൻ ചെന്നു. അച്ഛനോട് എനിക്ക് വർത്തമാനം പറഞ്ഞു ചോദിച്ചു, അച്ഛാ പിന്നെ ഇവിടെ ആനയുണ്ട് അച്ഛാ. അച്ഛൻ പറഞ്ഞു, മോനെ ആന അപ്പു ഇന്നലെ വന്നായിരുന്നു. അപ്പു അമ്മും കൊടുക്ക വന്ന പ്രശ്നമില്ല. ഈ അപ്പു ഒറ്റയ്ക്ക് വന്നല്ല പ്രശ്നമുള്ളൂ. ഞാൻ ചാരി അപ്പു. അച്ഛൻ ആനക്കിട്ടേക്കുന്ന പേരാണ് അപ്പുന്നും അമ്മുന്നൊക്കെ. അപ്പൊ ആനയൊക്കെ ഇറങ്ങി വരുമ്പോ അച്ഛനിങ്ങനെ അപ്പുവെ പോടാന്നൊക്കെ പറയുമെന്നാണ് പറയുന്നത്. അച്ഛനിങ്ങനെ മൃഗങ്ങളെ എല്ലാം അറിയാം. വരുന്ന ആനയ്ക്കെല്ലാം അച്ഛൻ പേരിട്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോ അവിടെ ആന നിൽപ്പുണ്ട്, സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ചുകൂടി കേട്ട് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരംകാരൻ ഒരു പാസ്റ്റർ എൻ്റെ കൂടെ വണ്ടി ഓടിക്കും, ജീപ്പാ. ഞാൻ മുമ്പ് പറഞ്ഞു, മോനെ വേണം ഞാനങ്ങ് ഓടിക്കാം. വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഞാൻ ചോദിച്ചു, ആന വന്ന വണ്ടി ഇത് റേസ് ചെയ്ത് നിർത്തണം, വലിയ ബഹളമൊന്നും വെക്കരുത്, ഓടിക്കരുത്, ഓഫാക്കരുത്, ഹെഡ്ലൈറ്റ് ഓഫാക്കാതെ ഡിമ്മും ബ്രൈറ്റും മാറി അടിക്കരുത്, എല്ലാം പഠിപ്പിച്ചു. എല്ലാം ശരിയാണ്. പക്ഷെ ഇറങ്ങി ചെന്നപ്പോ ആനയെ കണ്ടു. ഇവരെട്ടെ ചോടാൻ തുടങ്ങുക. വണ്ടി ഇടിച്ചിട്ട് ഗിയർ വിറച്ച് റിയൽ ആന വന്നപ്പോഴത്തേന് ഡിമ്മും ബ്രൈറ്റും എല്ലാം മറന്നു. ആള് വിറച്ച്. കാരണം ഇന്നും അവിടെ എന്തുണ്ട്? ആനയുണ്ട്. ഇന്നും നിലയ്ക്കൽ ആനയുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, പിള്ളേരെ രാത്രിയിൽ ഇറങ്ങരുത്, അച്ഛന്റെ പട്ടിയെ പുലി കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്റെ പമ്മയെ. അപ്പൊ പുലിയുണ്ട്. ഞാൻ കണ്ടതാ പുലിയെ. എന്റെ ജീപ്പിന്റെ മുമ്പ് ഓടിയതാ. അപ്പം രാത്രി ക്യാമ്പ് സ്ഥലത്ത് ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞപ്പോ ഒരു കൊച്ചൻ പുലി വരുന്നതെന്ന് പറഞ്ഞുണ്ടാമണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പുലി വരെ ഒരു പട്ടിയൊക്കെ പിടിച്ച് പിള്ളേരെല്ലാം ഉറങ്ങണ്ടേ. ഈ പുലി വരും. എല്ലാവരും അപ്പുറത്തിനും ഞെട്ടും. ഇത് എവിടുന്നാ പുലി നോക്കണ്ടേ. നോക്കിയപ്പോ ഒരു ജനല് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരുത്തിന് അമർന്ന. നമ്മുടെ പിള്ളേരല്ലേ, അമ്മമാരല്ല. ഞാനും വേറെ പ്രാവശ്യം കൂടി ജനലിന്റെ അപ്പുറത്തേക്കൊത്തിയിരുന്നു. അപ്പൊ കുറെ കഴിഞ്ഞ് എല്ലാവരും ഉറക്കമായപ്പം വീണ്ടും കഥ തുറന്ന് പുലി വരുന്ന അലറാൻ തുടങ്ങി. എന്റെ കൂട്ടത്തിൽ ഇരുന്നൊരു പാസ്റ്റർ അവന്റെ തലയിൽ കിറുകി പിടിച്ചു. അവനോർത്തു അക്ഷരാർത്ഥത്തിൽ പുലി വന്നു. അവൻ എന്തൊക്കെ സാധിച്ചു ഞാൻ പറയുന്നു. വേറെ നശിച്ച് നാശമുണ്ടാക്കി. ഇപ്പോഴും അവിടെ പുലിയുണ്ട്, ആനയുണ്ട്. അന്നത് നഗരമായിരുന്നൊക്കെ പറയും. നമുക്കറിയത്തില്ലോ ഇപ്പോഴത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നു.
പക്ഷെ അവിടെ ആര് വന്നു ഇന്നും നമ്മുടെ പിള്ളേരെ അവിടെ വിടാൻ പേടിയാണ്. ഇന്ന് സന്ധിക്കഥവിന് പോകാൻ പേടിയാണെങ്കിൽ അന്നത് നഗരമാണെന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് എനിക്കറിയില്ല ഇന്നത്തെ കാര്യം. അങ്ങനെയെങ്കിൽ ഇന്ന് അവിടെ ഇത്രയും കാടാണെങ്കിൽ ഈ നാട്ടിൽ അത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ഈ വിധി നിൽക്കുകയാണെങ്കിൽ ഈ പിറവംകാരെ പാങ്ങിക്കാരെയൊക്കെ വിരിക്കാനിരിക്കുന്നത് ഒരിക്കലും യോഹനനായിരിക്കത്തില്ല. പുള്ളി ഇച്ചിരി സ്നേഹം കൂടുതലുള്ള ആളാ. ആരായിരിക്കും? സന്തോഷായിരിക്കും. വെച്ച് കൊടയും. കാരണം ഞാൻ കാണുന്നുണ്ട് സഭായോഗത്തിലിരിക്കുമ്പോ കസര എടുത്തുകൊണ്ട് ഫാന്റെ കീഴെ നോക്കി ഓടുക. എവിടെ ഉണ്ടോ ഫാൻ അവിടോട്ട് എന്ത് ചെയ്യും? ഓടിയിരിക്കുന്നു. ഒരു വേർത്ത കുറ്റം, ചൂടാണെ കുറ്റം, മഴയാണെ പിന്നെ വരത്തില്ല. അയ്യോ എന്റെ പൊന്നെ, ഭയങ്കര പ്രശ്നമാണ്. സഭായം 1 മണിക്ക് തീരണം. 12:50 ആകുമ്പോളെ എഴുന്നേറ്റ് പോകുന്നവരെയും എല്ലാം വിധിക്കാൻ ഒരാൾ വരുന്നുണ്ട്. ആരെയും സന്തോഷം. എത്രമാത്രം കഷ്ടപ്പെട്ട് കപ്പച്ചെരുക്ക് അനുഭവിച്ചായിരിക്കും കേരളത്തിൽ വന്നേ. ഇന്ന് വണ്ടി പോലും കൺവെൻഷൻ ആള് വരത്തില്ല. വണ്ടി ഇട്ടിട്ട് ഞങ്ങളൊക്കെ വണ്ടി കൊണ്ട് പോയി കുളിപ്പിച്ചൊക്കെയാ കൊണ്ടുവരുന്നത്. പിന്നെ അതും വീട്ടിൽ നിന്ന് വണ്ടിയുടെ വണ്ടി കേട്ട് കഴിഞ്ഞാൽ കുളിക്കാൻ പോകത്തുള്ളൂ. അതെല്ലാം അവിടെ നിന്ന് നമ്മളോട് സഹായിച്ചൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നു വിളിച്ചു കൊണ്ടുവിട്ടു. എന്തൊക്കെ അർത്ഥായി വരുന്നുണ്ട് കേട്ടോ. ആര് സന്തോഷം. ഒരു ശക്കനം പോലും തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ എനിക്കങ്ങ് പേടിയായിപ്പോയി. കാരണം ഞാനിന്നൊരു പ്രഭാഷകനാണ്. കർത്താവിന്റെ കൃപയാ. എന്റെ പേടി ഞാൻ പറയാം. വലിയ ബുദ്ധിമുട്ട്, യാത്രകളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാന്നൊക്കെ പറഞ്ഞാലും കൃപയാ. ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി ഉണ്ട് കൂടെ യാത്ര ചെയ്യാൻ. അത് പലവട്ടം എനിക്ക് സത്യത്തിൽ ആ വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോകാതെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരാൾ ശ്രമിച്ചാൽ മോനയുടെ തിലക്ക് ഇത് ആവശ്യമാണ്. നീ ഇത്ര ഓട്ടോ ഉള്ള ഒരാൾ. എന്നെ കൊണ്ടു നടക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. കുഞ്ഞുപോലെ കൊണ്ടു നടന്നത്. ചിലയിടത്ത് കുളിക്കാവുന്ന സ്ഥലമുണ്ട്, കഴിക്കാൻ തരും, പോകാൻ നേരത്ത് സ്വപ്രാഴ്ചയും തരും. കുഴപ്പമില്ല, സത്യല്ലേ തരും. ഇതെല്ലാം വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു സങ്കടം തോന്നി. ഈ തെരുവിലൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന ഒരു ഉപദേശം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ആരും ശ്രദ്ധിച്ചില്ല, എന്നിട്ടും പ്രസംഗിച്ചു. അപ്പൊ ഞാനിങ്ങനെ മാറി നിൽക്കും. ഒത്തിരിയാക്കുമ്പോ ശ്രദ്ധിച്ചപ്പം ചായക്കട കയറിയിട്ട് ചോദിച്ചു എന്തുകൊണ്ട് കഴിക്കാൻ. ചായക്കടക്കാരന്റെ വായി ഇങ്ങനെ പടപടപെടാൻ തുടങ്ങും. പരട്ടയുണ്ട്, പേശയുണ്ട്, നൂൽപ്പുട്ടുണ്ട്, പുട്ടുണ്ട്, കറിയുണ്ട്, മച്ചിക്ക്. അവര് ചെറുടത്തും തുടങ്ങത്തില്ല, എവിടുന്ന് തുടങ്ങത്തുള്ളൂ. മേളിൽ നടത്തത്തില്ല. ബീഫുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ, മട്ടൻ, സാല, മീൻ, ഫിഷ് കറി, ഇതെല്ലാം പറഞ്ഞിട്ട് പറയും വെജിറ്റബിൾ കുറുമ. ഇതെല്ലാം പറഞ്ഞിട്ട് അവർ അതിനെത്ര, അതിനിത്ര, ഇതിനെത്ര. ഒരു കാര്യം ചെയ്യും, പെറോട്ടയും ചാറും തന്നേക്കാൻ പറഞ്ഞിട്ട് ആരും വൈകിയാതെ ചാറ് മുക്കി പ്രസംഗിച്ചിട്ട് പോകുന്ന ഊദേശി കാറേ വന്ന് പ്രസംഗിച്ച് പോകുന്ന ഞാനും എല്ലാം കൂടെ ഈ വിധികളെ മുമ്പ് നിൽക്കുമ്പോ സന്തോഷം ഇങ്ങനെ കയറി വരുമ്പോ ഒത്തിരി ത്യജിച്ച് പ്രിയപ്പെട്ടവരൊക്കെയുണ്ട്. അവരൊക്കെ ഇങ്ങനെ കയറി നെളിഞ്ഞു നിൽക്കുമ്പോ തമ്പുരാനെ ആ വിധിയുടെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ ഒറ്റടിക്കാതെ നിൽക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ചു. സകലം പോലും ത്യജിക്കാത്ത ഞാൻ ഈ കുറച്ചാക്കുമ്പോ ഭോപ്പാലിൽ ഒരു മീറ്റിങ്ങിന് പോയി. ബഹറില്ല. അപ്പൊ എന്നെ ഒരു സുഹൃത്ത്, എന്റെ വലിയ ഒരു പണക്കാരനാ, വലിയ ജോലിക്കാരനാ, അദ്ദേഹം എന്ന് പറഞ്ഞ് കാറേ കയറാ ഒരു വർത്താനം പറയണം. ബന്ധുക്കളാണ്, വിശ്വാസിയാണ്. തന്റെ ഭാവി 66 രക്ഷിക്കപ്പെട്ട് സുവിശേഷത്തിലേക്ക് സമർപ്പിച്ചു. എന്നവര് മറ്റൊരു സഭാവിഭാഗമാണ്. അവിടുന്ന് ദൈവവചനം കേട്ട് മനസ്സറിയപ്പെട്ട് TPM പോയി. അവിടുന്ന് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിതയായിട്ട് സുവിശേഷകയായിട്ട് പ്രാർത്ഥിച്ച് നേതൃത്വം അയച്ചത് UP ലക്നൌവിൽ 100 കണക്കിന് പേര് രക്ഷിക്കപ്പെട്ടു വന്നു. ഒരു ദിവസം ആ സ്ഥലം വർഗീയ ശക്തികൾ കൂടി ആക്രമിച്ചു, എല്ലാരെയും അടിച്ചു. എന്നിട്ട് ഈ 3 അമ്മമാരാ ഒരാളുടെ കൈ വെട്ടിയെടുത്തു, 2 അമ്മമാരുടെ കഴുത്ത് അറുത്തിട്ടു. എന്നിട്ട് ഇവരിങ്ങനെ കൊലവിളി നടത്തിയപ്പോ എല്ലാവരും ഓടി അടുത്തുള്ള എയർഫോഴ്സ് ക്യാമ്പിൽ അറിയിച്ചു. അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അവര് പെട്ടെന്ന് വന്ന് ഇവരെല്ലാം ഓടിച്ച് ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ കഴുത്തറ്റ് കിടന്ന അമ്മ ആ ജോയി എന്ന് വിളിച്ചു. അതെന്നോട് പറഞ്ഞ പുള്ളിയുടെ അപ്പനാണ്, ഇവരുടെ സ്വന്തം ആങ്ങള, കല്യാണം കഴിക്കാത്ത ആ സഹോദരി.
കഴുത്തറ്റ് കിടക്കുമ്പോഴും മരിക്കുന്നതിന് മുമ്പ് തന്റെ സഹോദരന്റെ പേര് വിളിച്ചു. അപ്പൊ അടുത്തിരുന്ന ഈ മലയാളിക്ക് മനസ്സിലായി ഇവർ ആരെയോ തപ്പുക, ആരാന്ന് അറിയത്തില്ലല്ലോ. എങ്കിലും കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ആ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. തന്റെ ആങ്ങളെയാണെന്നുള്ള വിശ്വാസത്തിൽ ഇവരൊക്കെ കയ്യെ പിടിച്ച് മരിച്ചു. കഴുത്തറത്ത് മരിച്ചു വീണ ഇവരൊക്കെ ഇങ്ങനെ കയറി വരും നിൽക്കും. ഉയർപ്പൻ സുപ്രഭാതത്തിൽ നല്ല ദാസനത്തിൽ ചൊല്ലുക, തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായിട്ട് ഇപ്പോൾ അവരെ ഇങ്ങനെ കർത്താവ് മഹാഭാഗ്യം ദൈവമേ എന്റെ സമ്പത്ത് ചൊല്ലൂ, യേശു മാത്രം എന്റെ സമ്പത്ത് ചൊല്ലൂ, യേശു മാത്രം സമ്പത്താണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിധിയുണ്ട്. മൂന്നാമത്തെ ഒരു വിധി ന്യായം പറയുന്നു, എല്ലാം ത്യജിച്ചാൽ പത്രോസിന്റെ ഇതിലൊക്കെ കിടന്ന യോഗല്ലാന് ഭാരതത്തിലേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ചോരയിട്ട് മരിച്ച തോമസും ഒക്കെ നമ്മളെയൊക്കെ വിധിക്കാൻ ഇങ്ങനെ വന്നത്. എന്നാൽ ആ വിധിയുടെ മുമ്പിൽ കർത്താവെ നിനക്ക് വേണ്ടി കുറച്ചുകൂടെ ത്യജിക്കാനുള്ളൊരു കൃപ ഇന്ന് രാത്രി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്ന് കരം വർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എന്റെ സുഖത്തിന്റെ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള 10 മിനിറ്റോളം മുമ്പോട്ട് പോകുമ്പോൾ എന്റെ സുഖത്തെ ബാധിക്കുന്നു. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് യോഗത്തിന് വന്ന് ഇരുന്ന് വരുത്തി യോഗം തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയി സന്ധ്യക്ക് ഗേറ്റ് അടച്ച കൂട്ടി അവസാനത്തെ വാർത്തയും കണ്ടിട്ട് കിടന്ന് സുഖലോകങ്ങളിൽ ജീവിക്കുന്ന നമ്മളെയൊക്കെ പിടിക്കാൻ ഇവരൊക്കെ കയറി വന്ന് നിൽക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കുറച്ചൊരുങ്ങി ചിന്തിക്കാനുള്ളൊരു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് കരം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. ദൈവരാജ്യത്തിന് വേണ്ടി എന്റെ സുഖങ്ങളെയൊക്കെ ഒന്നിത്തിരിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ, എന്നെ സഹായിക്കണേ. ഇതൊക്കെ രാജ്ഞി 12 അപ്പോസ്തലന്മാരെ വിധിക്കാൻ വരുന്നു. 12 അപ്പോസ്തലന്മാരെ മത്തായി സുവിശേഷകൻ 4ാമത് പറഞ്ഞ ഒരു വിധി, ആ വിധി എന്നെ വല്ലാതെ ഭയപ്പെടുത്തും. അത് 25-ാം അധ്യായത്തില പുസ്തകം തുറന്ന് 25-ാം അധ്യായത്തിൽ 24 മുതൽ മുഴുവൻ അന്ത്യകാല ലക്ഷണങ്ങളാ. 25 തുടങ്ങുമ്പോ ഒന്ന് പറയുന്നത് സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരുടെ കാര്യമാണ്. രണ്ടാമത് പറയുന്നത് താലന്തുകളുടെ കാര്യമാണ്. 5 താലന്ത് കിട്ടി, വ്യാപാരം ചെയ്തു. അടുത്തത് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഒരാളുണ്ട്, അവനെന്തോ എന്നറിയാമോ, അതെടുത്ത് എന്ത് ചെയ്തു, കുഴിച്ചിട്ട് അവൻ ആരെ കുറ്റം പറഞ്ഞു? താലന്ത് കൊടുത്തവനെ കുറ്റം പറഞ്ഞു. നീ വല്ലാത്തവനാണെന്ന് ഞാൻ കേട്ടത്, കൊടുത്തവനാ കുറ്റം. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ പേര്, ബുദ്ധിയില്ലാത്ത കന്യകന്മാര് കുറ്റം പറയും താലന്തുകൾ. 3ാമത്തെ കാര്യം പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായിട്ട് ഇങ്ങനെ വരുമ്പം അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഇരുന്നിട്ട് 2ആയിട്ട് തിരിക്കുമെന്ന്. ആരെ? ഈ ജനത്തെ ഇടത്തും വലത്തും. ഇതൊരു കൺസെപ്റ്റാണ്. ഇടത്തു മക്കളും വലത്തു മക്കളും. വലത്ത് അനുഗ്രഹം, ഇടത്ത് മോശപ്പെട്ട. അതുകൊണ്ടാണ് മൂത്തവന്റെ കയ്യില് വലം കൈ വെക്കാൻ വേണ്ടി ഇങ്ങനെ യോസഫ് എടുത്ത് കൈ മാറ്റുന്നുണ്ട്, ഇല്ലേ?
ഉൽപ്പത്തി പുസ്തകത്തില്. അപ്പം യാക്കോബ് തിരിച്ച് പിണച്ചു വെക്കുന്നൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ വലത്തും ഇടത്തും തമ്മിലൊരു കൺസെപ്റ്റിന്റെ ഒരു പ്രശ്നം പഴയ നിമിത്തം കാണുന്നു. നമുക്കും അങ്ങനെ ചിന്തയുണ്ട്. കുരിശൊക്കെ വരയ്ക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാ കൈ പോകുന്നത്. ഇടത്തു മക്കളായിരുന്നവരെ എങ്ങനെയാക്കി വലത്തു മക്കളായിരുന്നുള്ള ഒരു ചിന്ത അതിനകത്തുണ്ട്. അപ്പം ആശയം അങ്ങനെ പ്രസംഗിക്കല്ല, ആശയം. അപ്പം ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. എന്നിട്ട് ചെമ്മരിയാടിനെയും കോലാടിനെ പോലെ എന്ത് ചെയ്തു? തിരിച്ചു. ഈ ചെമ്മരിയാടിനെയും കോലാടിനെയും അന്ന് കണ്ടാ അറിയാമെന്നാ പറയുക. ഞാൻ വായിച്ചെടുത്ത് കണ്ടത് കോലാട് കറുത്തായിരിക്കും, അതിനെ പെട്ടെന്ന് അറിയും. അപ്പൊ എന്നെ ഈ തിരിക്കാൻ എളുപ്പമാണ്. ഇവർ ഒന്നിച്ച് മേയാൻ പറ്റാതെ കൊണ്ടുപോകുമ്പോൾ ഈ കോലാട് കറുത്ത ആടുകൾ ഇതിനെ ഇങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റി മാത്രമല്ല, അതിന് വിലക്കുറവാണ്. മാറ്റിയിട്ട് ഇവരോട് രണ്ടുപേരോട് പറയുകയാണ്. ഒരു കൂട്ടരോട് പറയുന്നു ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, വലത്തുള്ളവരോട് അനുഗ്രഹിക്കപ്പെട്ടവരെ. രണ്ടു കൂട്ടർ ഈ നിത്യതയിൽ സംഭവിക്കുന്നത് ഭയങ്കര അത്ഭുതം നടക്കും. ഏറ്റവും വലിയ അത്ഭുതം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ നാമത്തിൽ നിങ്ങളെല്ലാം ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. എന്തൊരു സംഭവം എനിക്കറിയാം. എന്റെ നാമത്തിൽ എല്ലാം ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം കർത്താവിന്റെ നാമത്തിൽ അറിയപ്പെട്ട പലരെയും ആരറിയണമെന്നില്ല, കർത്താവ് അറിയണമെന്നില്ല. എന്നിട്ട് ഈ രണ്ടായിട്ട് തിരിച്ചിട്ട് വലത്ത് മക്കളോട് പറഞ്ഞു പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ഇടത്ത് മക്കളോട് പറഞ്ഞു ശപിക്കപ്പെട്ടവർ. രണ്ടു കൂട്ടരും അത്ഭുത പരതന്ത്രരായി. എന്താ കാര്യം? ഇടത്തുള്ളോട് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കുടിപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കല് വന്നില്ല. 6-7 കാര്യങ്ങൾ പറയാം. അതിനകത്ത് ഒരു കാര്യം ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളൂ. മരിച്ചവരെ അടക്കുക എന്നുള്ളതും പഴയ നിയമ കൺസെപ്റ്റ് ഒരു നല്ല കാര്യമായിട്ടൊക്കെ പറയാറുണ്ട്. ഇവിടെ ബാക്കിയെല്ലാം ഇങ്ങനെ പറയാം. എന്നിട്ട് വലത്തുമക്കളോട് പറയുന്നു, ഞാന് രോഗിയായിരുന്നു, തുടങ്ങിയാണ്. ഞാൻ വിശന്ന്, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? ഭക്ഷിപ്പാൻ തന്നു. ഞാന് ദാഹിച്ചു, കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, ചേർത്തുകൊണ്ട്. നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, കാണാൻ വന്നു. ഇങ്ങനെ ഇവരോട് ഇതെല്ലാം പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു എപ്പോഴാ കർത്താവ് ചോദിച്ചു. അപ്പം കർത്താവോട് പറഞ്ഞു, ഈ ആർക്ക് ചെയ്തതാണ്? ചെറിയവർക്ക് ചെയ്തു. ഇനി 4ാമത്തെ ഒരു വിധി നമ്മൾ കണ്ടിട്ട് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ പലപ്പോഴും പറഞ്ഞു വിട്ട കുറെ ചെറിയവരുണ്ട്. നമ്മൾ കണ്ടിട്ട് കാണാതെ പോയ ചെറിയ ഇവരെയെല്ലാം ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരുന്നു. അങ്ങനെ വരുമ്പോൾ വിധിയുടെ ഒരു സിംഹാസനം, തേജസ്സിന്റെ ഒരു സിംഹാസനം, ഇടത്തും വലത്തുമായിട്ട്. അപ്പൊ ചെറിയവര് നാം നഗ്നനായിരുന്നു, ഉടുപ്പിച്ചില്ല. വിശന്നിരുന്നു, ഭക്ഷിപ്പാൻ തന്നില്ല. രോഗിയായിരുന്നു, കാണാൻ വന്നില്ല. എപ്പോഴാ കർത്താവ് ഈ ചെറിയവർക്ക് ചെയ്യാതെ? അപ്പൊ എനിക്ക് സങ്കീർത്തനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വാക്യം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ കാലത്ത് യഹോവ അവന് എന്ത് ചെയ്യും? ഒരു കുഞ്ഞുമനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടന്ന ഒരനുഭവം. സത്യത്തിൽ അതൊക്കെ ഇന്നത് ഓർക്കുമ്പോൾ വലിയ നിക്ഷേപമായിട്ട് തോന്നാറുണ്ട്. ഞങ്ങളുടെ ഒരു റാന്നി പ്രണയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെ നമ്മളും സാധാരണ വീടാണ്, വലിയ കാശായിരുന്നില്ല. പക്ഷെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരുങ്ങത്തും. അപ്പൊ ഞങ്ങൾക്ക് വിരുന്നിന്റെ ഒരു ചിട്ടാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇലയൊക്കെ ഇട്ട എവിടെയൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാറുണ്ട്, പഠിപ്പിക്കാൻ. അപ്പം കട്ട്ലേറ്റ് കാണും, സലാഡ് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ് നല്ല ബ്രെഡ്, മപ്പാസ്, ചിക്കനും മീനും മപ്പാസ്, അല്ലെങ്കിൽ ബീഫിനും മപ്പാസ്, പിന്നെ ചോറ്. അവൻ അതിന്റെ വേസ്റ്റ് മാറ്റും. പിന്നെ ചോറ്, എലശ്ശേരി, നെയ്യ്, മീൻകറി, ഇങ്ങനെ എല്ലാം കൂടെ വെച്ച് ബീഫൊക്കെ തന്നെ. അപ്പൊ അത് വലിയൊരു അവസാനം പഴവും പഞ്ചാര. അപ്പൊ ഒരു ദിവസം എനിക്ക് അറിയാം, നാളെ അപ്പ അമ്മയോട് പോലും ആരാന്ന് പറഞ്ഞു നാളെ ഇവിടെ ഒരു അതിഥി വരുമല്ലോ, വിരുന്നുകാരുണ്ട്, എല്ലാം മേടിച്ചു കൊടുത്തു. അപ്പം അമ്മയെ വീട്ടിൽ ഈ കട്ട്ലറ്റ് മറക്കുമ്പോൾ ഒരു മണമുണ്ട്, സുഖമുള്ളൊരു മണമാണ്. വറപ്പൊടിയൊക്കെ ഇട്ടു. അപ്പൊ കടയിൽ നിന്ന് മേടിക്കുന്ന കട്ട്ലേറ്റ് സുഖം കിട്ടത്തില്ല. വീട്ടിൽ അതെല്ലാം മറക്കുന്നു, പൊരിക്കുന്നു, ഭയങ്കര ബഹളം. ഉച്ചക്കാരോട് വരുന്നുണ്ട്, വീടെല്ലാം വൃത്തിയാക്കി നോക്കിയിരിക്കുകയാണ് അതിഥിയെ.
ഉച്ചയായപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ കഴിക്കാൻ പോകുന്നല്ലോ. ആ പുള്ളി കൊണ്ട് അപ്പ വന്നു. എന്നിട്ട് ഇലയൊക്കെ ഇട്ട് എല്ലാരെയും ഇരുത്തി ആചാരപ്രകാരം വിളമ്പി വിരുന്ന് അവസാനിപ്പിച്ച് പോകാൻ അവര് പോയപ്പോ എന്നെ പെങ്ങളെയും വിളിച്ച് ഒറ്റ കാര്യം പറഞ്ഞു. ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഒപ്പ ചെയ്യുമ്പോൾ എളിയവനെ ആദരിക്കുന്നവൻ ബാക്കി അനർത്ഥകാലത്ത് അവരെ ആരും വിളിക്കും. അപ്പൊ ഇതൊരു വലിയ കാര്യമാണ്. ഇത്തരം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഈ ചെറിയവരില് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന എന്ന് ഞാൻ പറയുമ്പോൾ ഇടയവൻ വളരെ വിനീതമായിട്ട് പറയും. കൃപയാലൊക്കെ ഒത്തിരി യാത്രയൊക്കെ ചെയ്യും. കാനഡയിലൊക്കെ എനിക്ക് പോകാൻ അവസരം കിട്ടി പലയിടത്തും. അപ്പൊ ഞാൻ ഒരിക്കൽ UK പോവാം. അപ്പൊ ഇപ്പം വിളിക്കുന്നിടത്ത് പോകുന്നു. അവരിപ്പോ എല്ലാം ക്രമീകരിച്ചിരിക്കും. അങ്ങനെ UK എനിക്ക് എല്ലാം ക്രമീകരിച്ച് ഹോട്ടൽ ഭക്ഷണം താമസം വരെയുള്ള ക്രമീകരണങ്ങളോട് യാത്ര പോകുന്നതിന് അന്ന് ഞങ്ങളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കല്യാണ ഉറപ്പിന് പോയി. അതൊരു കോളനിയിലാണ്. കല്യാണത്തിന് ഞാൻ താമസിച്ചാ ചെന്നെ. ഞാൻ അവിടെ ഇങ്ങനെ കഴിക്കാൻ ഇരിക്കുമ്പോ ആ കോളനിയിൽ ഒരു മൂപ്പൻ, പഴയൊരു അവല്യപ്പനാ, ഭയങ്കര മീശയാ, കുമ്പ മീശ. ഈ മീശയിലെല്ലാം മുറുക്കാനൊക്കെ ഉള്ളൊരു അപ്പച്ചൻ, പഴയൊരപ്പൻ. ഈ അപ്പച്ചൻ ഇങ്ങനെ ഒന്നിനിടയ്ക്ക് എന്നോട് ചോദിച്ചു, ഉറേശ്ശിയെ വീട് എവിടാ? ഞാൻ പറഞ്ഞു ഇന്നിടത്താണ്, ആ ഹോസ്പിറ്റലിന്റെ അടുത്ത്. ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, കൂട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ നോക്കിട്ട് വെച്ച് എനിക്ക് അവിടെ ഒരു അമ്മമ്മയെ അറിയാം. ഞാൻ ചാരയാ, ഏലിക്കുട്ടി എന്ന് പറയും, ഏലിക്കുട്ടി മാമയെ അറിയാം. ഞാൻ പറഞ്ഞ അച്ഛാ അതെന്റെ അമ്മയാണ്. ഈ മനുഷ്യൻ എനിക്ക് കുറെ ഉമ്മ തന്നു. എന്നിട്ട് ഓടിപ്പോയിട്ട് അമ്മച്ചിയെ വിളിച്ചോണ്ട് വന്നു. അമ്മച്ചി എനിക്ക് കുറെ ഉമ്മ തന്നു. ഞാൻ എനിക്ക് എന്താ കാര്യം, എന്നെ എങ്ങനെ അറിഞ്ഞു, പറ കാര്യം പറ. കരനാണ്ട് അപ്പച്ചൻ പറഞ്ഞു, കുറെ നാക്കുമുണ്ടോ. അപ്പച്ചൻ അപ്പൻഡിസൈറ്റിസ് പൊട്ടി സെപ്റ്റിക്കായി. ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിന് സാമ്പത്തികം ഇല്ലാതെ കിടക്കുന്ന ഒരു പഴയ വാർഡുണ്ട്, ഒരു ബാത്റൂമിനോട് ചേർന്ന് മാത്രം അവിടെ. ആ വാർഡ് ഇങ്ങനെ കിടക്കുക, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല കിടക്കുമ്പോ അമ്മ അതുകൊണ്ട് പോയി കണ്ടിട്ട് അവര് ഡിസ്ചാർജ് ആകുന്ന വരെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നടക്കാൻ ബുദ്ധിമുട്ടുള്ള എൻ്റെ അമ്മ തോട്ടിൽ കൂടെ വലിഞ്ഞു കയറി കഞ്ഞി കൊണ്ട് കൊടുക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അതായത് ഓർത്ത് ഉമ്മ തന്നതാ. പക്ഷെ ഇന്ന് ഞാൻ പലപ്പോഴും നല്ല ബഫേ കൗണ്ടറുകളൊക്കെ എന്തെടുക്കണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ സംഭവം എന്നെ ഓർമ്മിപ്പിക്കും. ഈ ചെറിയവർക്ക് ചെയ്യുക നമുക്കത്തൊരു വീടുണ്ട്. എപ്പൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കാണാതൊക്കെ പോയ ചെറിയവരെ എന്നെ ഇങ്ങനെ വന്നത്. നിങ്ങളാരും വലിയവരാണെന്നല്ല ഞാൻ പറയും. പക്ഷെ ഒരു ആഡംബരത്തിന്റെ ലോകത്തേക്ക് മാനവികത, പ്രത്യേകിച്ച് ക്രൈസ്തവ ധാർമ്മികത പോയിട്ട് അത് അനുഗ്രഹമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത്രയല്ല ഇങ്ങനെ പൈലറ്റ് ചെയ്യുന്നതാണ് അനുഗ്രഹം. പക്ഷെ ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ഒരു കൗണ്ടർ കൾച്ചറാണ്. ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് പക്ഷിപ്പന്നു. വിശപ്പൊന്നും ഇന്നില്ലെന്നൊക്കെ നമുക്ക് വേണേ പറയാം, പക്ഷെ അത് സത്യമൊന്നും അല്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാനത് രണ്ടു തരത്ത് പറഞ്ഞു. കുറച്ചാളും വായിച്ചപ്പം തൊട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു കഥയുണ്ട്. അത് പിന്നെ പുസ്തകമാക്കി DC ബുക്സ്, ബിരിയാണി എന്ന പേര്. അപ്പൊ ഈ കഥയുടെ റിവ്യൂ വായിച്ചിട്ട് ഞാനത് പോയി മേടിച്ചു. എനിക്കത് ഭയങ്കര ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പം മേടിക്കണമെന്ന് തോന്നിയത് പോയി മേടിച്ചു. പണ്ടൊക്കെ കുറെയൊക്കെ വായിക്കുക. അപ്പം ആ കഥയുടെ സംഭവം ഇത്രയേ ഉള്ളൂ. ബീഹാറിയ ഒരു മനുഷ്യൻ കാസർഗോട്ടൊരു മുസ്ലിം സഹോദരന്റെ മോടെ വിവാഹം നടക്കുക. 10,000 രൂപ വിളിച്ചിട്ടുണ്ട് ഹാജിയാര. ബിരിയാണിയാണ്. മുസ്ലിങ്ങളുടെ ബിരിയാണിക്ക് ഭയങ്കര രുചിയാണ്. അവരാണ് ശരിക്കും ബിരിയാണിയുടെ ഉസ്താദുക്കളാ. ഇപ്പൊ ബസുമതി റൈസ് ഇട്ട ഭയങ്കര ബിരിയാണിയൊക്കെ വെച്ചോണ്ടിരിക്കും. അതിനിടയ്ക്ക് ഈ കല്യാണത്തിന്റെ ഇവന്റുകാർക്ക് ഒരു ഫോൺ കോൾ വന്നു. ഒരു ഹിന്ദിക്കാരന്റെ വല്ല ഒരു പണിക്ക് വേണം. അപ്പൊ അതിന്റെ ഫോൺ കോൾ വന്ന അതിന്റെ ആളിങ്ങനെ ഇറങ്ങി വന്നപ്പം ഒരു മനുഷ്യൻ നിൽക്കുന്നു, ഹിന്ദിക്കാരനാ, ബീഹാറിൽ. എടോ, തനിക്കൊരു പണി കിട്ടിയാൽ പോകാം, ഇത്ര രൂപ ശമ്പളം വേണം. എന്തിനാ? ഒരു കുഴിയെടുക്കാൻ. എത്ര രൂപ ശമ്പളം വേണം? 500. 250 തരാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 350 തന്നപ്പോ സമ്മതിച്ചു. വാക്കാരോ കൂലി ഉറപ്പിച്ചു. മുതലാളി അവിടുന്ന് ഫോർച്യൂണർ കാറ് വന്നു, കയറ്റിക്കൊണ്ട് പോയി. പോകുന്ന വഴിക്ക് ജോലി ചോദിച്ചു, നിന്റെ പേരെന്നാ? ഗോവിന്ദ് യാദവ്. സ്ഥലം എവിടാ? ബീഹാർ. ബീഹാർ എവിടാ? ലാൽ മധ്യ. അപ്പം വണ്ടി പിടിച്ചോണ്ടിരുന്നവൻ കഥയിലെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ പെട്ടെന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു,
ലാൽമാത്തി എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലല്ലടോ. അയാൾ പറഞ്ഞു, എന്റെ സ്ഥലത്തെ ചോദ്യം ചെയ്യാൻ താനാരാ, ഞാൻ ലാൽമാത്തിയ. എടോ, അതിന് ഛത്തീസ്ഗഡിന്റെ ഭാഗം. കാരണം ഈ പാവം പോന്നിട്ട് ഒത്തിരി നാളായി, വിഭജിച്ചത് അറിഞ്ഞില്ല. വന്നപ്പം ആ മുറിക്ക് വീട്ടിൽ വന്നപ്പം ബസുമതി റൈസ് മണം, ഇതിന് മണമല്ലേ. ഇവരോട് ജോലിക്ക് പറഞ്ഞു കൊല്ലിയെടുക്കാൻ. പോയി കൊല്ലി വിളിച്ചു. എത്രയും വലിപ്പം അവര് പറഞ്ഞ വലിപ്പം. അവസാനം ഈ അതിനകത്ത് നിന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ആള് വന്ന് വിളിച്ചു, ചാടി എഴുന്നേറ്റ്. ജോലി എന്തായാലും അറിയാമോ, നിങ്ങൾ നോക്കിയപ്പോ ചുമ്മിക്കൊണ്ട് വരുന്നു. ഒരണ്ടാവ് ബസുമതി റൈസ് തട്ടിയിട്ടു, രണ്ടാമത്തെ അണ്ടാവ് തട്ടിയിട്ടു, മൂന്നാമത്തെ അണ്ടാവ് കൊണ്ടുവന്നു ഈ മൈദയൊക്കെ വെച്ച് ഒട്ടിച്ചു വെക്കത്തില്ല, കനലൊക്കെ വാരിയിട്ട് ചൂട് പോകാത്ത പൊട്ടിക്കാത്ത ഉണ്ടാവും. അപ്പോഴത്തേന് ഈ കുഴി നിറഞ്ഞു. അപ്പൊ മുതലാളിയുടെ മോൻ ഇയാളോട് പറഞ്ഞു, ചവിട്ടിത്താക്കടോ. ചൂട് ബസുമതി റൈസ് ചവിട്ടിത്താക്കാൻ. ഇയാളൊന്ന് അന്തിച്ചു നിന്നു. അന്തിച്ചു നിൽക്കാൻ കാരണമുണ്ട്. ഒരു നിമിഷം അയാൾ സ്തബ്ധനായി, ഓർമ്മയിലേക്ക് പോയി. കൽക്കരി ജോലി ചെയ്യുന്ന ഗോവിന്ദ് യാദവ് പോകുന്ന വഴിക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെട്ടു. പേര് മാതങ്കി. സ്നേഹമായി കല്യാണം കഴിച്ചു. മാതങ്കി 6 മാസം ഗർഭിണി. മാതങ്കിക്ക് ഒരാഗ്രഹം, ബസുമതി റൈസ് കഴിക്കും. പക്ഷെ പാവത്തിന്റെ പൈസയില്ല. എന്നിട്ടും നല്ല ഭർത്താവ് വിലക്കിയില്ല. 50 ഗ്രാം ബസുമതി റൈസ് കഴിച്ചു. അവളത് കഞ്ഞി വെച്ചില്ല. മൊത്തം തീർന്നാലും അതിങ്ങനെ കുറച്ച് കഴിച്ചു. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ബസുമതി ആയതുകൊണ്ട് ഉണ്ടായ പെൺകുട്ടിക്ക് അവർ പേരിട്ടു ബസുമതി. അതായത് ഓർത്തോണ്ട് നിൽക്കുമ്പോ എടോ ചവിട്ടിത്തക്കാൻ പറഞ്ഞു. ചവിട്ടിത്താത്ത പൊട്ടിക്കാത്ത ബസുമതി റൈസിന്റെ രണ്ടാമത് ബിരിയാണി കമത്തി എന്നിട്ട് മൂടി കഴിഞ്ഞപ്പം മുതലാളിയുടെ മോൻ ഇവരോട് ചോദിച്ചു, എടോ തനിക്ക് എത്ര മക്കളാ? ഒരാള്. പേരെന്താ? ബസുമതി. കെട്ടിച്ചോ? ഇല്ല. പഠിക്കുകയാണോ? അല്ല. മരിച്ചുപോയി. എങ്ങനെ? പട്ടിണി കിടന്നു. ബസുമതി എന്നുള്ള പേരിന് അമ്മയ്ക്കിഷ്ടം ബസുമതി റൈസ് ആയതുകൊണ്ട് അത് കൊതിച്ച് അമ്മയുടെ വയറ്റിലുണ്ടായ മോക്ക് ബസുമതി എന്ന് പേരിട്ട് അവർ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ അത് ഓർമ്മയിൽ അണ്ടാവ് കണക്കിന് ബസുമതി റൈസിന്റെ ബിരിയാണി ചവിട്ടിത്താത്ത് മണ്ണിടുക. സത്യത്തിൽ ഇതൊക്കെയാണ് ഇന്നും സംഭവിക്കുന്നത്. നമ്മളെവിടേക്കോ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്റെ കണ്ണൂടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ മക്കൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരും അത് തകർന്നു. അപ്പൊ എന്തുകൊണ്ടാണ് തകരാതെ നിൽക്കുന്നതെന്ന് അവിടുത്തെ ഒരു മൂത്ത മോൻ പറഞ്ഞു. എനിക്കൊരു 10-15 വയസ്സുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞുണ്ടോ, എന്റെ മാത്രം അതൊന്നും പോയിട്ടില്ല. കാരണം ഉണ്ട്, എന്റെ അപ്പനോട് ഞങ്ങൾ വഴക്കുണ്ടാക്കും. വന്നിട്ട് വലിയ കാശുകാരനാ. അച്ഛാ ടൂറ് കൊണ്ടുപോകണം. ഭയങ്കര അന്ന് അവർക്ക് അംബാസിഡർ കാറുണ്ട്. ഒരു ചിലപ്പോൾ അംബാസിഡർ കാറെ കയറ്റി ഒരു ആലപ്പുഴയ്ക്ക് കോവളത്തൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഒരു കോവളത്ത് ഒരു പ്രാവശ്യം കൊണ്ടുപോയാൽ സെക്കൻഡ് ട്രിപ്പ് ടൂറ് പോകുമ്പോൾ പിള്ളേർ പറയും കയറിക്കോളാം. ടൂറ് പോകുന്നവരിക്കലും വേറെ നോട്ട് പോകത്തില്ല. ഒന്നീ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജ്, ഓർത്തോമാടി കൂടി മുഴുവൻ ഒരു ദിവസം നടത്തിയിട്ട് പിള്ളേരെ തിരിച്ചു കൊണ്ടുവരും. ഇതാണ് ഇന്നത്തെ ടൂർ. അതുകൊണ്ട് അവര് പറഞ്ഞു ഒത്തിരി അടിച്ചു പൊളിച്ചില്ല. കാരണം ഇത് അപ്പം കുറേശ്ശെ കാണിച്ചത് കൊണ്ട് മനസ്സിലെവിടെയോ ഒരു പേടി വെക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം പറയും, ദൈവം ഈ കാലാകാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നിർത്തുന്ന ഒത്തിരി ചെറിയവരുണ്ട്. ഇപ്പൊ എപ്പോഴും ഓർമ്മേ, അടിച്ചു പൊളിക്കാൻ വേണ്ടി തമ്പുരാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നിട്ടില്ല. പിന്നെ എപ്പോഴും എല്ലാരും വലുതാകാൻ വേണ്ടിയാണ് നോക്കുന്നത്. കൊച്ചു വീടുള്ളവർക്ക് വലിയ വീട് വേണം, മോശമല്ല, വേണം. എനിക്ക് ആഗ്രഹമുണ്ട്. വണ്ടി വേണം, ആവശ്യത്തിന് ഡ്രസ്സുകൾ വേണം. പക്ഷെ അതിനകത്തും ഒരു ചിന്ത നടക്കരുത്. എന്റെ മുമ്പിൽ ഇങ്ങനെ കർത്താവായിട്ട് കൊണ്ടു നിർത്തും ആരെങ്കിലും അവരും എന്റെ വിധി നിർണ്ണയിക്കാൻ തമ്പുരാൻ അയക്കുന്നവരാണെന്ന് ഞാൻ വായിച്ച വചനത്തിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അതെന്നെ വല്ലാതെ മയപ്പെടുത്തുന്നുണ്ട്. അന്ത്യവിധി ഈ ചെറിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത കാലത്ത് വരെ വരിക. അപ്പൊ നമുക്ക് എല്ലാവരും ചെയ്യണം നോക്കണമെന്നില്ല. പക്ഷെ പണ്ട് നമ്മുടെ തറവാടുകൾ ചെയ്യുമായിരുന്നു പോലും വെയിറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അമ്മ തന്നെ പുറത്തിട്ട് വിളിച്ചു ഒഴിക്കും. അത്താല പട്ടിണിക്കാരുണ്ട്. ഒറ്റ കാര്യമാണ്, ഈ ശബ്ദത്തിനകത്ത് ആരെങ്കിലും ഉണ്ടോ? കർത്താവെ, ഈ ചെറിയവരുടെ മുമ്പിൽ എപ്പോഴായി വന്ന ചെറിയവർ നാളെ എന്റെ വിധി നിർണ്ണയത്തിൽ ഭാഗമാക്കാവേണ്ടി വന്നാൽ എന്റെ കരം ബലപ്പെട്ടിരിക്കാനുള്ള കൃപ ചോദിക്കാൻ എത്ര പേര് ചോദിക്കും.
ദൈവമൊക്കെ അനുഗ്രഹിച്ച് ഒത്തിരി വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും ടൂർ പോകുന്നവരെ എനിക്കറിയാം. വർഷത്തിൽ 2-3 മലേഷ്യൻ സിംഗപ്പൂർ ടൂർ പോകുന്ന അവർ സാക്ഷ്യം പറയും ദൈവം അനുഗ്രഹിച്ചാണ്. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷെ കൊച്ചിനെ കെട്ടിച്ചെന്നാൽ ഇല്ലാത്ത അവരെ നോക്കിയിട്ട് 9 നാളെന്നാണ് എനിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എന്റെ കരം ബലപ്പെട്ടിരിക്കത്തൊക്കെ ഒരു ക്രിസ്ത്യൻ കൾച്ചർ എന്റെ അകത്ത് വരണമെന്ന് എത്ര ദൈവത്തിന് പ്രാർത്ഥിക്കും. എത്ര അനുഗ്രഹിച്ചാലും ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ആർക്കൊക്കെ വേണ്ടി കൂടെ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം. അപ്പൊ ഇന്ന് രാത്രി എപ്പോഴും പ്രാർത്ഥിക്കും. അവസ്ഥകളും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു UK-ലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോട്ടെ. പക്ഷെ അപ്പോഴും മനസ്സിനകത്തൊരു ചിന്ത വേണം, എന്റെ കർത്താവ് ആരുടെയൊക്കെ ഉത്തരവാദിത്തം എന്നെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധ്യം എന്റെ ഹൃദയത്തിൽ ഒന്നും ഭരിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളവരൊന്നും കടന്നുവരുത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എന്നെ ഇതൊക്കെ വന്നാലും ഭയപ്പെടുത്തുകയാണ്. ഇളവൻ അഹങ്കാരം പറയും. പുസ്തകം വായന തീരെ കുറഞ്ഞു പോയി. തിരക്കുകൾക്കകത്ത് ശബാനാക്കി എന്നെ പേടിപ്പിക്കും. ഒത്തിരി പ്രസംഗം കേട്ട് മനസ്സ് കടങ്ങിച്ചു. പിന്നെ അറിവിന് വേണ്ടിയും പഠന പ്രകാശത്തിന് വേണ്ടിയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. കാര്യമായ അനുവാദമൊന്നും ഉണ്ടാകാതിരിക്കുന്നു. സുഖങ്ങളിൽ ഒട്ടും ത്യജിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കർത്താവെ 12 അപ്പോസ്തലന്മാരും ഇന്ത്യക്ക് വന്ന സെന്റ് തോമസ് എന്റെ മുമ്പിലൂടെ തമ്പുരാൻ എന്നെ തേടി അയച്ച കുറെ ചെറിയവരും അവരുടെ മുമ്പിൽ എന്റെ മനോഭാവം പല്ലുകടിച്ചതും മനസ്സുകൊണ്ട് നിന്ദിച്ചതും ഒക്കെ ഞാൻ തെളിയേണ്ടി വന്ന ഒരു ദിവസം ഉണ്ടായാൽ നിൽക്കേണ്ടി വരാൻ കുറച്ച് പണിപ്പായിരുന്നു. ഇന്ന് രാത്രി 4 വിധികളെ, ഒന്ന് നിലവേക്കാൻ, 2 Pr.K, 4 12 അപ്പോസ്തലന്മാർ. അതില് ഒരുവൻ ഇന്ത്യക്ക് വന്നു, സന്തോഷം. 4 ഡിസംബർ എടുക്കാനില്ലാത്ത കുറെ പേര് എന്നെ കണ്ടുകാണത്തൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ എന്റെ മനോഭാവങ്ങളിൽ ചിന്തകളിലൊക്കെ കുറെ വ്യത്യാസം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ കൾച്ചറും നമ്മുടെ ഭാഗമായിട്ട് മാറാൻ കുറച്ചുകൂടെ ത്യജിക്കാൻ, കർത്താവിന് വേണ്ടി എവിടെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ. പത്രോസൊക്കെ തെറ്റിച്ചില്ലേ? യോഹന്നാൻ പത്മോസിൽ പോയി സെന്റ് തോമസ് ഇന്ത്യ വന്നില്ലേ? അവിടെ പറയുമ്പോൾ പോകാനൊത്തില്ലെങ്കിൽ എന്റെ രാജ്യത്തിൽ നിന്നും സുവിശേഷം അറിയാത്ത ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. ഈ പുരോഹിതന്മാരുണ്ട് പഴയ നിയമത്തില്, അവര് യോർദാന്റെ നദിയില് വന്ന് അവിടെ കാല് ചവിട്ടി. അവിടെ കാല് ചവിട്ടിയപ്പോഴേ യോർദാൻ എന്തായിട്ട് മാറി? 2 മാറി. യോർദാൻ 2 മാറിയത് പുരോഹിതന്മാർ ഉള്ളംകാല് ചവിട്ടിയപ്പോഴാണ്. പക്ഷെ അതിന് മുമ്പ് അത് മാറിയിട്ടില്ല. പിന്നെ അവർ എന്തിനാ ചവിട്ടിയത്? അവർക്കൊന്നറിയാം, ആദ്യം ചവിട്ടേണ്ടത് പുരോഹിതന്മാരാ. അവര് ചവിട്ടിയാലേ ഒത്തിരി പേർക്ക് ഇറങ്ങാനൊക്കെ തോന്നും. ആദ്യം ചവിട്ടാൻ ഒരാൾ വേണം. ഞാനിങ്ങനെ പല സ്ഥലത്ത് പോയപ്പോൾ വടക്കേ ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി സഭകളുള്ള പണിയെടുത്ത് പ്രായമുള്ള ദേവദാസൻ കണ്ടു പറഞ്ഞു, ദേവദാസനെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ ആരുമില്ല.
ഞങ്ങളായി ആദ്യം ഒന്ന് ഒരാൾ ആദ്യം ചവിട്ടാനുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ആയിരങ്ങളെ വിളിക്കാൻ കഴിയും. ഇന്ന് രാത്രി നമ്മുടെ സുഖലോകത്തേക്കകത്ത് ഇരിക്കാതെ കർത്താവ് തന്നെ കൊച്ചായുസിൽ നിനക്ക് വേണ്ടി ആരും ചവിട്ടാത്തവരിടത്ത് ഒന്ന് പോയി നിന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ആ കൊച്ചായുസിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ആരും പോകാത്തവരുടെ കർത്താവിന് വേണ്ടി ഒന്ന് ചവിട്ടിക്കാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുക, യേശു കർത്താവിന്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമുണ്ട്. 5 പൊന്നുണ്ട് അദ്ദേഹം ഒരു ബാലകന്റെ കയ്യിൽ. എന്റെ ചിന്ത ഞാൻ പറയുന്നത് എന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നൊരു കാര്യം, നിങ്ങള് കേരളം കണ്ട ഏറ്റവും വലിയ BBS നടത്തിയവര് എന്നാണ് എന്റെ ചിന്ത. അതിനപ്പുറം ഒരു വലിയ BBS ഞാൻ കേട്ടിട്ടില്ല. 2007, 8, 9 സമയങ്ങളിൽ അത് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞങ്ങൾ കുറച്ച് പലയിടത്താക്കി ഡിസ്കസ് ചെയ്തു, ഞങ്ങളെ ഡിവൈഡ് ചെയ്തു. എന്നാലും പിന്നെ BBS ഒക്കെ അത് നിർത്തിയേക്കാന്നൊരു ചിന്ത തോന്നി. അപ്പം അമ്മമാരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അക്രൈസ്തവരായ അമ്മമാര് വരെ, പക്ഷേ ഈ പ്രാവശ്യം BBS ഇല്ലേ, ഇല്ലാണ്ടി എന്താ കാര്യം, ഭയങ്കര ടെൻഷനും ബാധ്യതയൊക്കെ. അങ്ങനെയല്ല പക്ഷേ കർത്താവുണ്ട്, നടത്തണം. ഈ അമ്മമാരെ പ്രോത്സാഹിപ്പിക്കും. BBSനോട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഒരാഴ്ച ഇതുങ്ങളെ എങ്ങനെ സഹിക്കുന്നതെന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു വീട് വരുന്നത്. BBS രാവിലെ വണ്ടിയെ കയറ്റി വെക്കും, നേരെ ഇവിടെ കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷമാരൊന്നും BBS നടത്തിയായിരിക്കത്തില്ല. നല്ല പിള്ളേരുണ്ട്, ഇതുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, മാറി മുരളി, യെസ് കം ഓൺ മൈ ഡിയർ ഗൈസ്, വി ആർ ഗോയിങ് ഫോർ 30 ബഹളം വാട്ടച്ചാട്ടം. ഇവരെ ഈ ചാടിക്കും, ഇടയ്ക്ക് പഫ്സും സ്ക്വാഷും കൊടുക്കും. ഒരു 3 മണിയാകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ വിടും. അമ്മമാര് പറയും ഒറ്റ ഉറക്കം ഉറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കത്തുള്ളൂ. അപ്പൊ ഇവന് പുതിയ കെട്ടി അവധിയായിരിക്കുമല്ലോ, യേശുവിന്റെ അടുക്ക വിട്ടു. മിക്കാറും മിടുക്കനായിരിക്കത്തില്ല. മിടുക്കനാണെങ്കിൽ ബില്ലിന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടാൽ കൊടുത്തില്ലേ, ഇവനെ അതിനും കൊള്ളത്തില്ല. അങ്ങനെയാണ് മുത്തലെ പിടിച്ച് 5 പൊതി അപ്പം കൊടുത്തു. തിമ്മനാ 5 അപ്പം മുത്തലെ കഴിക്കത്തുള്ളൂ. അവന് തിന്നും കൊടുത്തു. പക്ഷേ കർത്താവിലേക്ക് എടുത്ത് പൊടിപ്പിച്ചു. 5000 പേര് കഴിച്ചു എന്ന് പറഞ്ഞ് 5000 പേരുടെ ഭാഷമായി. അപ്പൊ ഈ മക്കളെ ആർക്കും പോകാൻ വെക്കാത്തൊരു സ്ഥലത്ത് എന്റെ കുഞ്ഞിനെ അയക്കാൻ നമ്മുടെ കൺസെന്റ് കർത്താവിന് വേണം. അവരുടെ കൺസെന്റിനേക്കാൾ ഉപരി അപ്പന്റെ അമ്മയുടെ കൺസെന്റ് വേണം. കർത്താവ് വരാൻ താമസിച്ച എനിക്ക് തമ്പുരാൻ തന്ന എന്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടി ചിരിക്കാൻ വിട്ടുവരാൻ എനിക്ക് സമ്മതമാണെന്ന് നമ്മുടെ സമ്മതം തമ്പുരാന് കൊടുത്ത പിന്നെ തമ്പുരാൻ ചൂണ്ടിട്ട് പിടിച്ചോട്ട് കൊടുക്കണം. ഹൃദയത്തിന് അങ്ങനെ ഒരു സമ്മതം കൊടുക്കാൻ ഇഷ്ടമുള്ള അപ്പനും അമ്മയും ഇവിടെ നിന്നും ആളാകാനല്ല, ആരും പോകാത്തോണ്ടത്ത് എന്റെ കർത്താവിന് വേണ്ടി ഇരിക്കാൻ എന്റെ കുഞ്ഞിനെ അയക്കാൻ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സമ്മതപത്രം കൊടുക്കാൻ ഇഷ്ടമുള്ളവരെ ഒന്ന് കരവുയർത്തി ഒരു സമ്മതപത്രം കൊടുക്കും. പേര് പറഞ്ഞെന്നാ കൊടുത്തെ, കർത്താവേ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരിക, കർത്താവേ നിനക്ക് തരിക. ആ കരക്ക് ഉയർത്തി പേര് പറഞ്ഞു കൊടുത്തെ. സന്താസൊക്കെ വന്നിങ്ങനെ ചവിട്ടി നിന്ന് മണ്ണ് അവരുടെ രക്തമേടയിൽ മണ്ണി ജീവനെ ത്യജിച്ചതാ രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ നാം അയോധനം ചെയ്തു. കർത്താവിനെ കൊടുക്കാൻ ഒന്നുകൂടെ ഓർത്തി ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ഈ കാര്യങ്ങളിൽ ഉയർത്തപ്പെട്ടത് ഒത്തിരി സുവിശേഷകരും സുവിശേഷകന്മാരും ആ കുഞ്ഞുങ്ങളെ കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കുക. ഇനി അവരെവിടെ പോയാലും ചൂണ്ടയിട്ട് പിടിച്ചോണേ, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വിടുന്നത് അമ്മമാര് അവരുടെ മക്കളെ നിനക്ക് തന്ന കർത്താവ് നീ അവരെ പേടിച്ചോ. ഞാൻ ആ ഉയർത്തപ്പെട്ട കരങ്ങളിൽ സമർപ്പിതമായി നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന മുഴുവൻ മക്കളെ അപ്പച്ചനെ കൈമാറി പ്രാർത്ഥിക്കേ, സഹായിക്കണേ. കരം താത്തട്ടെ. 12 അപ്പോസ്തലന്മാർ ഒത്തിരി ത്യജിച്ചവര്. അങ്ങനെ
തിരിച്ചവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഈ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചു ആരും പോകാത്തൊരു സ്ഥലത്ത് എനിക്കൊന്ന് പോയി കർത്താവിന്റെ സാക്ഷ്യം കൊടുക്കണം. അങ്ങനെ ഒരു സമർപ്പണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന് വേണ്ടി പോകുക. യേശുവിന് വേണ്ടി പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് കരം താഴ്ത്തട്ടെ. കർത്താവെ, എനിക്ക് ഭൂരിപക്ഷം വരെ അറിയാം ആളുകളുടെ സാമ്പത്തികം ആദ്യമാണ്. എങ്കിലും ഞാൻ ആ വായിച്ച പുസ്തകത്തിൽ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. എന്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് പറയും, ഇവരിങ്ങനെ വഴക്കം കൂടിയൊക്കെ ഭാഗ്യം ചെയ്യുമ്പോൾ അയാളൊരു കാര്യം മനസ്സിൽ പറയുന്നുണ്ട്. ഒരാളോട് ഒരു കാര്യം സങ്കടം പറയുകയാണെങ്കിൽ അത് അല്പമെങ്കിലും അനുഭവിച്ച ഒരാളോട് പറയാം, അല്ലെങ്കിൽ പറയുന്നതാണ് കോമാളിയായി പറയുന്നത്. നമ്മൾക്ക് ഒത്തിരി അനുഭവിച്ചാണ് അവസ്ഥയൊക്കെ മാറിയത്. പക്ഷെ ആ അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ചിലര് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എനിക്കറിയാം അവസ്ഥകളുടെ ബുദ്ധിമുട്ട്. ഒരു ഡയാലിസിസിന് വിധേയപ്പെട്ട പെങ്ങളെ കൊണ്ട് 10-25 വർഷം ചുമന്നതിന് ഐസിയിലേക്ക് ഡയാലിസിസിന് ദൂരത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. ഞാനതുകൊണ്ട് ചോദിക്കുക, അതൊക്കെ മാറിക്കഴിയുമ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരാളെ കാണുമ്പോൾ ഹൃദയം കല്ലിച്ചു പോകാതിരിക്കാനുള്ള ഒരു ക്രമം ഞങ്ങൾക്ക്. ഞാനിങ്ങനെ അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തി വിട്ടത് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകാൻ പറ്റി. എന്റെ ഹൃദയം കുറച്ചുകൂടെ എവിടെയൊക്കെ വന്ന് സെൻസിറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു. എല്ലാം ചെയ്യാനിട്ടില്ലെങ്കിൽ മക്കളൊന്നുമില്ല, മനോഭാവമുണ്ടെങ്കിൽ കർത്താവിന്റെ രാത്രി എനിക്ക് പ്രകാശനങ്ങളെ ഞാൻ ഹൃദയത്തേക്ക് പറഞ്ഞു. സൗണ്ട് പോയതുകൊണ്ട് ഒതുക്കിയ പറഞ്ഞു. എങ്കിലും എന്റെ രാത്രികളിലെ കണ്ണീർ കയറ്റിലാഴ്ത്തിയാൽ പേടിപ്പിച്ച ചിന്തകളെ ഹൃദയത്തേക്ക് പങ്കുവച്ച കണ്ണടച്ച് ഒരു നിമിഷം വെടികൂട്ടി പ്രാർത്ഥിച്ച് ഈ 4 വിധികളുടെ മുമ്പ് നിൽക്കുമ്പോൾ കുറച്ചു മുമ്പ് പാടുകയും കാത്ത് സൂക്ഷിക്കത്തക്കവണ്ണം എന്റെ വചനത്തോടുള്ള അനുസരണത്തിലും വചന ധ്യാനത്തിലും ക്രിസ്തുവിന് വേണ്ടി തിരിക്കുന്ന കാര്യത്തിലും ഇങ്ങനെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചിലപ്പോൾ ഉപദേശിമാരായിരിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഓരോ ദിവസത്തിൽ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. ആഗ്രഹിക്കുന്നവര് ഈ വചനത്തിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടെത്തി നിന്ന് ഇരു കരങ്ങളെയും ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവിന് വേണ്ടി കുറെ കൂടെ കണ്ണെത്തിരിക്കാനുള്ള സഹിക്കാനുള്ള പക്ഷേ ത്യാഗത്തിനിരിക്കണം, സ്നേഹത്തിന്റെ ഇളവിൽ ജീവനെ ത്യജിച്ച 1000 പേര് ആദ്യം പോയി കാണുക. അവരുടെ കണ്ണീരും ഉയർത്തും രക്തവും വീഴുന്നതുകൊണ്ടാണ് നമ്മുടെ 100 കണക്കിന് സഭകൾ വരുന്നത്. നമ്മുടെ അവസ്ഥകൾ മാറി. കർത്താവെ, അടിച്ചു കുളിക്കാനുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. ആർഭാടങ്ങൾക്ക് എനിക്ക് വേണ്ട. എനിക്ക് എവിടേക്ക് എൻ്റെ മനസ്സും മാറി ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കൾച്ചറിലൂടെ ജീവിക്കുവാൻ എപ്പോഴും എന്നെ സഹായിക്കണമേ. ഈ യുവതലമുറ 10,000-50,000 60,000 രൂപയുടെ ഫോണ് 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് മാറും. അപ്പോൾ 2 വർഷം 2-3 വർഷം
പക്ഷെ ഫീസ് അടയ്ക്കാനില്ലാത്തത്ര പേര് കണ്ണും കത്താനും പ്രാർത്ഥിച്ചാൽ കണ്ണു കൊടുക്കും. ക്രിസ്ത്യാനിറ്റി ഒരു പ്രതിസംസ്കാരമാണ്. അവൻ ഒഴുക്കിനൊത്തു പോകുന്നവനല്ല, ഒഴുക്കിനെതിരെ എങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കും. പ്രവർത്തനം ഓടിയിരിക്കാൻ ഹൃദയം കറിഞ്ഞപ്പോഴാണ് ഇടയിലെ ആദരിക്കാനുള്ള കൃപ. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല ഐതിക്കാരാകുമ്പോൾ വിദേശമായിരിക്കുമ്പോൾ ആത്മാവ് അടികൾ യാത്രയും ഒക്കെ എവിടെയും മനസ്സൊക്കെ ഒന്ന് ചെറിയ ചെറുതുകളുടെ കാണാനുള്ള കൃപ തന്ന ഞങ്ങളെ ഒരുക്കണമേ. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി കുറച്ചുകൂടി ഇടവരെ സഹായിക്കുന്നു. സംവിധാനം ഈ കൺവെൻഷനിൽ മുടങ്ങുമ്പോൾ ആരോഗ്യം കൊടുക്കണം, ആയുസ് കൊടുക്കണം, കടം കൊടുക്കണം. കടന്മാരെല്ലാവരും കഴിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാന്നിധ്യയോടെ പ്രാർത്ഥിക്കണം. യേശുവിൻ നാമത്തിൽ.